ഡോക്ടറെ എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1930 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ രശ്മി MS, MD മെറ്റീരിയ മെഡിക്ക ഹോമിയോ, ചീഫ് ഫിസിഷ്യൻ തീർത്ഥ ഹോമിയോ ക്ലിനിക്, സൗത്ത് പറവൂർ, കൊച്ചി. 10 വർഷത്തിലധികം ചികിത്സാ പരിചയം. ഓൺലൈനായും ഓഫ്ലൈനായും വിദ്യാർത്ഥികൾക്കായി ധാരാളം ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. കാർബൺ ഗ്രൂപ്പ് പഠനം, കാർബോ അനിമാലിസ് എന്ന മരുന്ന് പഠിപ്പിക്കുന്നതിന് ഡോക്ടർ രശ്മി MSനെ സ്നേഹപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. മാഡം, എല്ലാവർക്കും നമസ്കാരം. മാഡം സ്ലൈഡ് ഷെയർ വീഡിയോ വീഡിയോ ഓണാക്കാം. സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. ഹലോ മാം, കേൾക്കാമോ? കേൾക്കാം. വീഡിയോ ഓണല്ലേ? വീഡിയോ ഓൺ ആയിട്ടില്ല കേട്ടോ. സ്ലൈഡ് വിസിബിൾ ആണോ? സ്ലൈഡ് വിസിബിൾ ആണ്, പക്ഷെ അന്ന് എല്ലാം ചെയ്യാമെങ്കിൽ നല്ലതാണ്. കാർബൺ ഗ്രൂപ്പ് വരെ ആയിട്ടുണ്ട്. അന്ന് എൻലാർജ് ചെയ്തു. സ്ലൈഡ് ഷോ ഇട്ട് നോക്കട്ടെ മാം. ഓക്കെ, ശരി. ഒരു മിനിറ്റ് മൂവി മാം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഡോക്ടറെ. മൂവി ആയിരുന്നു. ഓക്കെ ഫൈൻ. ഓക്കെ, യു ക്യാൻ ബാക്ക്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കാർബൺ ഗ്രൂപ്പിലെ കാർബോ അനിമാലിസ് എന്ന ഡ്രഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റെമഡി എനിക്ക് ഒരു 6 മാസം വരെ എന്റെ ഫാർമസിയിൽ ഇല്ലാതിരുന്ന ഒരു റെമഡിയാണ്. കാര്യം എനിക്കത് ആ ഒരു ഡ്രഗ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓൾഡ് ഏജ് പീപ്പിൾസിന് വരുന്നൊരു ഇൻഡ്യൂറേഷൻ, കുറച്ച് യൂട്രസിന്റെ കംപ്ലൈന്റ് എന്നതിലപ്പുറം ഈ ഒരു ഡ്രഗിനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആ ഒരു ഡ്രഗ് വാങ്ങാത്തതിന്റെ കാര്യം. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ പല സാറന്മാരുടെയും ക്ലാസ്സുകൾ കേട്ടിട്ടാണ് ഇതിന്റെ ഒരു തെറാപ്യൂട്ടിക് ഹിന്റ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ മധുസൂദനൻ സാറിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ട് അതിന്റെ ഒരു ഹിന്റ് കിട്ടുകയും പിന്നീട് അനേകം ലിറ്ററേച്ചർ വായിച്ചിട്ട് ഒരു 10-20ഓളം ബുക്ക് റെഫർ ചെയ്ത് നമ്മുടെ പ്രഫുൽ വിജയ്ക്കറും ഫറൂഖ് മാസ്റ്ററും ശങ്കരൻ സാറും എല്ലാവരുടെയും ബുക്കുകൾ വായിച്ചിട്ട് കിട്ടിയ കുറച്ച് തെറാപ്യൂട്ടിക് നോളേജ് ആണ്. അതിന്റെ ഒരു നട്ഷലാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പഠനം നടത്താൻ അവസരം കിട്ടിയതിലും ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയതിലും IFPHനും നമുക്ക് നോളേജുകളെല്ലാം എല്ലാ സമയത്തും ഷെയർ ചെയ്യുന്ന എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ കാർബൺ ഗ്രൂപ്പില് കാർബൺ അനിമാലിസിനെ കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ നമ്മൾ കാർബൺ ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്താലേ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. കാർബൺ ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ സെക്കൻഡ് റോയിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ അടുത്ത് കിടക്കുന്നത് ബോറോൺ ആണ് ഒരു സൈഡില്. ബോറോൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ബൊറാക്സ് ഹൈലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ്. ഭയങ്കര ക്ലിങ്ങിങ്ങും ഭയങ്കര പാരന്റിനോടും ആരോടായാലും ഹൈലി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ബൊറാക്സിലേക്ക് വരുമ്പോഴത്തേക്കും. ഈ കാർബൺ ഗ്രൂപ്പിന്റെ ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഫ്ലൂറൈഡ് ഒക്കെയാണ് വരുന്നത്. അവര് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഹൈലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റെമഡീസ് ആണ് കാർബൺ ഗ്രൂപ്പിന്റെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത്. അപ്പൊ ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന ആളാണ് കാർബൺ. അപ്പൊ കാർബണിന് ഇതിന്റെ ഇടക്ക് നിൽക്കുന്നതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ആണ്. ഞാൻ ഇൻഡിപെൻഡന്റ് ആണോ ഡിപ്പെൻഡന്റ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ കാർബൺ ഗ്രൂപ്പ് ഓഫ് റെമഡീസിൽ കംപ്ലീറ്റ് കാണാൻ പറ്റും. അത് ശങ്കരൻ സാറ് അതിന് ഒരു രസമായിട്ടാണ് പറയുന്നത്. നമ്മൾ സ്വിമ്മിങ് പഠിക്കാനായിട്ട് ഡൈവിംഗ് ബോർഡിന്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരാളുടെ ഒരു അവസ്ഥ. അപ്പൊ അയാൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്. എന്നാൽ അയാൾ ചെയ്തേ പറ്റുള്ളൂ. അതിന്റെ അകത്തേക്ക് പെട്ടാല് ഫീൽ ചെയ്യാവുന്ന ഒരു സഫിക്കേഷൻ. അപ്പൊ ഇത്രയും ഒരു ഫീലിങ്ങും ഒരു ആങ്സൈറ്റിയും കാർബൺ ഗ്രൂപ്പില് വളരെ പ്രധാനമാണ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഓരോരോ ഡ്രഗ് എടുത്ത് നോക്കിയാൽ കാർബൺ ഗ്രൂപ്പിലെ ഇൻഡിവിജ്വൽ ഡ്രഗ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഈ പെട്രോളിയത്തിന് ആങ്സൈറ്റി ഒക്കെ തന്നെ പല ഡോക്ടർമാർ ഈ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ അവര് മരണം വരാൻ പോണെന്ന് മുൻകൂട്ടി കരുതിയിട്ട് എല്ലാം സെറ്റിൽ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ ഗ്രാഫൈറ്റിസിനും എല്ലാം അവര് ഹൈലി ഡിപ്പെൻഡന്റ് ആണ്. ഒരാളുടെ ഒരു ധൈര്യം, ഒരു സപ്പോർട്ട് ഒക്കെ ഗ്രാഫൈറ്റിസ് പേഷ്യന്റിന് എപ്പോഴും വേണം. അപ്പൊ ഓരോ റെമഡീസിനും അങ്ങനെ ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഒരു കാർബൺ ഗ്രൂപ്പ് മൊത്തം റെമഡീസിന്റെ ഒരു ടോട്ടാലിറ്റി എടുത്താൽ അത് ഭയങ്കര ഇൻസെക്യൂർഡ് ആണ്. നമ്മൾ കാൽക്കേരിയ കാർബ് പറയുന്ന പോലെ, കാൽക്കേരിയ കാർബിന് പറയുമല്ലോ ഭൂമിക്ക് താഴെയുള്ള എല്ലാത്തിനെയും പേടി.
എന്താണ് ഇരുട്ട് പേടി, ഗോസ്റ്റിനെ പേടി, ആൾക്കാരെ പേടി, പുറത്ത് ഗ്രൂപ്പിൽ പോവാൻ പേടി, ഒരു ഡെത്ത് ഉള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പേടി, ഹോസ്പിറ്റലിൽ പോവാൻ പേടി, സാഡ് ന്യൂസ് ഒക്കെ കേട്ടാൽ പെട്ടെന്ന് ടെൻഷൻ ആവുക. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ വെച്ചാൽ തന്നെ നമ്മൾ കാൽക്കേരിയ കാർബ ഫസ്റ്റ് ചിന്തിക്കുക. ഒരു വിത്ത് ഒരു ലേസിനെസ്സും ഉണ്ട്, ഒരു കോൾഡിനോടൊരു സസെപ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ ഫസ്റ്റ് റെമഡി എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ ചിന്തിക്കുക കാൽക്കേരിയ കാർബ. അപ്പൊ ഫറൂഖ് ജെ മാസ്റ്റർ പറയുന്നത്, നമ്മൾ കാൽക്കേരിയ കാർബ് കൊടുത്തിട്ട് ഒരു റിസൾട്ട് കിട്ടാതെ വരുന്ന കേസിൽ, അല്ലെങ്കിൽ കാൽക്കേരിയ കാർബ് ഫോളോ ചെയ്ത് വരാവുന്ന ഒരു കണ്ടീഷൻ, എപ്പോഴും കാർബൺ ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ്. കാൽക്കേരിയ കാർബ് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ കാർബൺ ഗ്രൂപ്പ് ട്രൈ ചെയ്യുക, ഡെഫിനറ്റ്ലി റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് അത്രത്തോളം ഒരു സിമിലാരിറ്റി ഇവരുടെ ആ ഒരു ഫിയർഫുൾനെസ്സിലും ആ ഒരു കോൾഡിനോടുള്ള സസെപ്റ്റബിലിറ്റിയിലും ഒരു കാർബൺ ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഫിയർഫുൾനെസ് ഉണ്ട്, മെന്റലി ഇവര് ഭയങ്കര സ്ലഗിഷ്നെസ് ആണ്. സ്ലഗിഷ് എന്ന് വെച്ചാൽ ഇവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ഇവർക്ക് ഇച്ചിരി ഡൗട്ട്ഫുള്ളാ. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിൽ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറഞ്ഞാൽ കൃത്യം കൊടുക്കുന്ന പൈസയും കൊടുത്ത് കടക്കാരൻ ബാക്കി കൊടുത്താൽ തിരിച്ചു കൊണ്ടുവരും. അല്ലെങ്കിൽ പക്ഷെ അവർക്ക് എന്താ ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്പ് ചെയ്തില്ല. ആ ഒരു സ്ലഗിഷ്നെസ് ആണ്. ഇപ്പൊ ഗ്രാഫൈറ്റിസ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു സ്കൂളിൽ അവര് പഠിത്ത കാര്യമൊക്കെ നമ്മൾ ചോദിക്കുവാണെങ്കിൽ മൊത്തം ഒരു 8 സബ്ജക്ട് ഉണ്ടെങ്കിൽ ഒരു 5 സബ്ജക്റ്റിനൊക്കെ പാസ്സാകും, ഒരു 3 ഫെയിൽ ആകും. ആ ഒരു ടൈപ്പ് ഓഫ് മെന്റൽ സ്ലഗിഷ്നെസ്സും ഒരു ഡൾനെസ്സും ഈ ഒരു കാർബൺ ഗ്രൂപ്പിൽ ഉണ്ട്. അതിന് ഒരു എവല്യൂഷൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ശങ്കരൻ സാറൊക്കെ പറയുന്നത്, നാട്രിയം ഗ്രൂപ്പിൽ നമ്മൾ നാട്രിയം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, അവിടെ ലാക്ക് ആവുന്നത് ഒരു മദർലി അഫെക്ഷൻ ആണ്. നാട്രിയം ഗ്രൂപ്പിന് ഒരമ്മയുടെ കെയറും നർച്ചറിങ്ങും എന്താ ആ ഒരു സപ്പോർട്ടും ആണ് നാട്രിയം ഗ്രൂപ്പിന് ആബ്സെന്റ് ആവുന്നത്. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ എന്താ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയിരിക്കും ഫാമിലിയോടും, അവർക്കൊരു കെയർ കിട്ടുന്നില്ല, അങ്ങനത്തെ സങ്കടമായിരിക്കും. ഈ കാർബോണിക്കത്തില് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റാ, ഒരു ഫാദർലി അഫെക്ഷൻ ആണ് അവർക്ക് അവിടെ മിസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു ഒരു സോഷ്യബിലിറ്റി, ഒരു കമ്മ്യൂണിക്കബിലിറ്റി, ഒരു അബ്സ്ട്രാക്ട് തിങ്കിങ്, അങ്ങനത്തെ ഒരു ഡൾനെസ്. അത് ഈ പ്രഡിക്റ്റീവ് ഗ്രൂപ്പിന്റെ ജേക്കബ് സാറിന്റെ കുറെ കേസുകൾ എടുക്കുമ്പോൾ അവരിങ്ങനെ ഫൈൻ ആയിട്ടുള്ള ഓരോ കൺസെപ്റ്റ് എടുത്തിട്ട് കുറെ ക്യൂർ ചെയ്യുന്ന കുറെ കേസുകൾ പറയുന്നുണ്ട്. അതായത് ഒന്നല്ലെങ്കിൽ അച്ഛൻ അടുത്തില്ലാതെ സിംഗിൾ പാരന്റ് ആയിട്ട് വളരുന്ന കുട്ടികളോ, അല്ലെങ്കിൽ അച്ഛൻ ജോലി ഓറിയന്റഡ് ആയിട്ട് പുറത്തു പോയി മണി എന്നുള്ള ഓറിയന്റഡില് കുട്ടികളെ കെയർ ചെയ്യാതെ വരുന്ന ഒരു അഫെക്ഷനിലോ, അല്ലെങ്കിൽ കുട്ടികൾ അമ്മയോട് ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നതിന് പകരം അച്ഛനോട് ഒരുപാട് അറ്റാച്ച്മെന്റ് കാണിക്കുക. അതായത് ഒരു ഫാദർലി ബോണ്ട് കാർബോണിക് ഗ്രൂപ്പിന്റെ ഒരു കേസിൽ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ആ രീതിയിലും കാർബൺ റെമഡീസിനെ കുറിച്ചുള്ള ഒരു എൻട്രി പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഒരു ജനറലി മെന്റലി സ്ലഗിഷ് ആണ്, ഡൾനെസ് ഉണ്ട്, കോംപ്രിഹെൻഷൻ വീക്ക് ആണ്, ഹോട്ടി ഈഗോ. അവിടെയാണ് കാൽക്കേരിയ ഗ്രൂപ്പായിട്ട് ഇച്ചിരി വ്യത്യാസം വരാം. ഇവർക്ക് ഒരു ഈഗോ, അവർക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് കളിയാക്കാനും അവര് പുച്ഛിക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ഒരു മനസ്സ് ഈ കാർബൺ ഗ്രൂപ്പിലുണ്ട്. ഈ കാർബൺ ഗ്രൂപ്പിലെ മാക്കാർബ് എന്ന റെമഡി, അതിൽ വരുന്നൊരു സിംഗിൾ, ഞാൻ ആ കേസ് ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാ, ഒരു ഡിസ്മെനോറിയയില് ആ കുട്ടിയുടെ സിംറ്റം, അവരുടെ ദേഷ്യം വന്നാല് വായി വെച്ച് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കും. അപ്പൊ മൗത്ത് ഗ്രണ്ണി, ഇങ്ങനെ പല്ല് വെച്ച് ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കുക ദേഷ്യം മാറാനായിട്ട്. അതിലൊറ്റ ഡ്രഗ് വരുന്നത് ഈ മാക്കാർബാണ്. അപ്പൊ ഈ കാർബോണിക് എലമെന്റിന് ഒരു സർക്കാസം, ഒരു മോക്കിംഗ്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഈ കുട്ടികളിലായാലും പീഡിയാട്രിക് കേസുകൾ എടുക്കുമ്പോഴും ഈ കാൽക്കേരിയയും ഗ്രാഫൈറ്റിസും അതുപോലുള്ള കാർബണും തമ്മിൽ ബാക്കി എല്ലാ സിംറ്റത്തിലും ഒരു സിമിലാരിറ്റി വരുമ്പോൾ ഈ ഒരു സിംറ്റം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ അതാണ് മൊത്തം അതിന്റെ ഒരു മെന്റൽ പിക്ചർ എന്ന് പറയുന്നത് കാർബൺ ഗ്രൂപ്പിന്റെ. ഫിസിക്കൽ പിക്ചർ നമുക്കറിയാം, ഒരു സ്ലോനെസ് ഉണ്ട്, മൊത്തത്തില് സ്ലോനെസ് എല്ലാം കൊണ്ടിട്ട് അത് ബ്ലഡില് അൾസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. GAT-യിൽ ഡിസ്പെപ്സിയ പോലുള്ള അസിഡിറ്റി പോലുള്ള കംപ്ലൈന്റ് അറിയാലോ. കാർബൺ ഗ്രൂപ്പില് കാർബോവജനൊക്കെ ഭയങ്കരമായിട്ട് അസിഡിറ്റി കാണിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റിസിനും പെട്രോളിയം എല്ലാം ഹാർട്ട് ബേണിന്റെ അസിഡിറ്റിന്റെയും ഡ്രഗ് ആണ്. ഓരോന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ല, യൂട്രസിൽ ഇൻഡുറേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ലോനെസ് കൊണ്ട് തന്നിട്ട് ഒഫൻസീവ്നെസ്സും ഇവരുടെ പാത്തോളജിയിൽ വരുന്ന ഒരു സിംറ്റം ആണ്. എല്ലാ ഡിസ്ചാർജ് ആയാലും കാർബോളിക് ആസിഡ് അതുപോലെ എല്ലാത്തിന്റെയും ഡിസ്ചാർജ് ഒരു ഒഫൻസീവ്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ എക്സ്കോറിയേഷൻ, ഏനസിന്റെ ഭാഗത്തായാലും അതിന്റെ ഫിഷേഴ്സിലായാലും ഒക്കെ ഒരു എക്സ്കോറിയേഷൻ ഉണ്ടാകും, ഹെമറേജ് ഉണ്ടാകും. ഈ ഹെമറേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബൺ ഗ്രൂപ്പില്, കാർബൺ എന്ന് വെച്ചാൽ കരിയിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നതാണല്ലോ, അപ്പൊ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ഹെമറേജ് ഈ കാർബൺ ഗ്രൂപ്പിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
അപ്പൊ ഈ ബ്ലാക്ക് ഹെമറേജ് എന്ന് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും വരുന്ന വേറെ 2 ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒന്ന് സ്നേക്ക് റെമഡീസും ഒന്ന് ഫംഗസ് റെമഡീസും ആണ്. അപ്പൊ ഫംഗൽ റെമഡിയിൽ ഇപ്പോ ബോവിസ്റ്റേക്ക് ആണെങ്കിൽ അതിന്റെ ഹെമറേജിൽ ഇതുപോലെ ബ്ലാക്ക് ആയിരിക്കും, ബ്ലാക്കിഷ് ആയിട്ടുള്ള ഹെമറേജിൽ ഒരു പഫി സെൻസേഷൻ, എന്താ ഒന്ന് വീർത്ത് നിൽക്കുന്ന പോലെ ഒരു സ്വള്ളൻ സെൻസേഷൻ ഓഫ് ദ പാർട്ട് ആ ഫംഗി ഗ്രൂപ്പിലെ ബോവിസ്റ്റേലേക്കൊക്കെ ഉണ്ടാവും. പിന്നെ സീക്കേൽ കോർ അത് ഇതുപോലെ തന്നെ ബ്ലാക്കിഷ് ഹെമറേജ്. അപ്പൊ സീക്കേൽ കോറിന്റെ ഹെമറേജിന്റെ പ്രത്യേകത ഇതിൽ ക്ലോട്ട് ഉണ്ടാവത്തില്ല, വെള്ളം പോലെ ഒഴുകുന്ന തരത്തിലുള്ള ഹെമറേജ് ആയിരിക്കും സീക്കേൽ കോറിന്. ആ ഒരു ഹെമറേജിൽ സീക്കേൽ കോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു പാർട്ടിൽ ഇപ്പൊ വെരിക്കോസ് ആയാലും അങ്ങനെ എവിടെയെങ്കിലും ഭാഗത്ത് ബ്ലീഡിങ് ആയാലും ആ ഒരു പാർട്ടിൽ ടിംഗ്ലിംഗ് ആൻഡ് നംബ്നെസ്, അവിടെ തൊട്ടാൽ അറിയാൻ വയ്യാത്തോണം ഒരു ടിംഗ്ലിങ്ങും നംബ്നെസ്സും ഉണ്ടാവും എന്നുള്ളതാണ് സീക്കേൽ കോറിൽ ഈ വിത്ത് ബ്ലാക്ക് ഹെമറേജിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ പോയിന്റ്. അതുപോലെ തന്നെ അടുത്ത ബ്ലാക്ക് ഹെമറേജ് വരുന്നതാണ് നമ്മുടെ സ്നേക് ഗ്രൂപ്പ്, ഒഫീഡിയ ഗ്രൂപ്പ്. അപ്പൊ അതിൽ ലാക്കസിന്റെ ഹെമറേജ് എന്ന് വെച്ചാൽ ഡാർക്ക് ആണെങ്കിലും അതൊരു ചാർഡ് സ്ട്രോ പോലെ കുറച്ച് കൊയാഗുലേറ്റഡ് മാറ്ററും കുറച്ച് ബ്ലഡും കൂടി വരുന്ന ഇത് ലിലിൻഡാലിലാണ് ഈ ഒരു കമ്പാരിസൺ പറയുന്നത്. ചാർഡ് ആയിട്ടുള്ള സ്ട്രോ ടൈപ്പ് ഹെമറേജ് ആയിരിക്കും ലാക്കസിൽ ഉണ്ടാവുക. ഈ ലാപ്പസ്കോറിലാണെങ്കിൽ വലിയ വലിയ ക്ലോട്ട് ആയിട്ടുള്ള ഹെമറേജ് ആയിരിക്കും. ഈ ക്ലോട്ട് പോയി ഇപ്പൊ യൂട്രൈൻ കംപ്ലൈന്റിലൊക്കെ ആണെങ്കിൽ വലിയൊരു ക്ലോട്ട് പോയി കഴിഞ്ഞാൽ പേഷ്യന്റിന് ഒരു അമിലറേഷൻ കിട്ടും. അത് കോൾഡ് എടുത്താൽ, ലാപ്പിസിന് കോൾഡ് എടുത്താൽ ചില്ലി റെമഡിയാണ്, കോൾഡ് എടുത്താൽ പെട്ടെന്ന് ഈ ഹെമറേജ് അഗ്രവേഷൻ ചെയ്യുകയും ചെയ്യും. അതേസമയം ക്രൊട്ടാലസിന് ഇതുപോലെ തന്നെ ബ്ലാക്ക് ഹെമറേജ് ആണ്. അതിന്റെ ഹെമറേജിന്റെ പ്രത്യേകത എന്താ, ഒരു പാർട്ട്ലി കുറച്ച് കൊയാഗുലേറ്റ് ചെയ്യുന്നില്ല, കാല് വഴി പച്ചവെള്ളം ഒഴുകുന്ന പോലെ ആ ഒരു ബ്ലീഡിങ് പേഷ്യന്റ് അൺനോട്ടീസ്ഡ് ആയിട്ട് ഇങ്ങനെ ഒഴുകുന്നതാണ് ക്രൊട്ടാലസ് ഹൊറിഡസിന്റെ ഹെമറേജിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ ബ്ലീഡ് ചെയ്യുന്ന റെമഡിയാണ് ബ്ലൂമിയോ ഓഡറേറ്റ്. അത് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ക്രൊട്ടാലസ് പോലെ തന്നെ ഇപ്പൊ ഹെമറേജ് കണ്ടീഷൻസിലൊക്കെ പേഷ്യന്റ് ഇരിക്കുമ്പോഴത്തേക്കും അറിയാണ്ട് ബ്ലഡ് അങ്ങോട്ട് ഒഴുകി പോകുന്ന പോലത്തെ ഒരു ബ്ലീഡിങ് വരുന്ന വേറെ റെമഡിയാണ് ബ്ലൂമിയോ ഓഡറേറ്റ്. ഓക്കെ, അപ്പൊ അത്രയാണ് കാർബൺ റെമഡീസിന്റെ കോമൺ ആയിട്ടുള്ള കുറെ പോയിന്റ്സ്. പിന്നെ പൊതുവെ ഇവര് തേഴ്സ്റ്റി ആണ്. ദെൻ ഒട്ടുമിക്ക കാർബൺ റെമഡീസും റൈറ്റ് സൈഡഡ് ആണ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റിസ്. ദെൻ ടയേർഡ് ആയിരിക്കും. ടയേർഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും, ഒരു ആഴ്സാൽബിന്റെ ക്ഷീണത്തോടും ഒരു ചൈനയുടെ ക്ഷീണത്തോടു കൂടി നമുക്ക് ഓൾമോസ്റ്റ് അതേ ഗ്രേഡിൽ തന്നെ വെക്കാവുന്ന ഒരു ടയേർഡ്നെസ്സും ഈ കാർബൺ ഗ്രൂപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, കമ്മിങ് നമുക്ക് ഇന്നത്തെ മെയിൻ ഡ്രഗ് കാർബോ അനിമാലിസ്. കാർബോ അനിമാലിസ് എന്ന് പറയുന്നത് അനിമൽ സോഴ്സിൽ നിന്നുള്ള ഒരു ഡ്രഗ് ആണ്. അത് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്സിന്റെ സ്കിൻ, ഔട്ടർ സ്കിൻ എടുത്തിട്ട് അത് ഹോട്ട് കോൾസിൽ വെച്ചിട്ട് ബേൺ ചെയ്യും. ബേൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആഷ് ആകുന്നതിന് മുന്നേ ഈ കോളിൽ നിന്ന് മാറ്റിയിട്ട് ഒരു തണുത്ത റോക്കിന്റെ മുകളിൽ വെക്കും. അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ഇതിനെ ഒരു ആഷായിട്ട് മാറാനായിട്ട് സമ്മതിക്കാണ്ട് ആ ഒരു ചാർക്കോളിന്റെ പ്രിപ്പറേഷൻ പോലെ തന്നെ, പക്ഷെ ഇവിടെ എടുക്കുന്നത് ആനിമൽ സോഴ്സ് ആണെന്നുള്ളത്. ഓക്സിന്റെ സ്കിൻ എടുത്തിട്ട് ബേൺ ചെയ്തിട്ട് പക്ഷെ അത് ആഷാകുന്നതിന് മുന്നേ അതിനെ തണുപ്പിച്ച് അങ്ങനെ എടുക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് കാർബോ അനിമാലിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഡോക്ട്രിൻ വെച്ച് തന്നിട്ട് ഒന്ന് അതിന്റെ ബ്ലാക്ക് കളർ അതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ഡോക്ട്രിൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കണമല്ലോ, ഒരു സാധനം ബേൺ ചെയ്ത് അതൊന്ന് ആഷാകാൻ അതിനെ അനുവദിക്കണമല്ലോ. അങ്ങനെ ആഷാകാണ്ട് നിൽക്കുമ്പോൾ ഇതിന്റെ അകത്ത് നിൽക്കുന്ന ഇന്റൻസ് ബേണിങ്, അതിന്റെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് അതിനെ നാശമായി പോകാൻ അനുവദിക്കാണ്ട് നിൽക്കുന്ന, അപ്പൊ നീറിയിരിക്കുന്ന ആ ഒരു ബേണിങ് ഈ കാർബൺ ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫീച്ചറാണ്. ആഴ്സാൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു ബേണിങ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഒരു വെരിക്കോസ് കേസ്, ഒരു വെരിക്കോസ് അൾസറോ ഒരു അങ്ങനത്തെ ഒരു കേസ് നമ്മുടെ അടുത്ത് കിട്ടുകയാണ്. അപ്പൊ ഇതേപോലെയുള്ള ബ്ലാക്കിഷ് ആയിട്ടുള്ള അപ്പിയറൻസും ഉണ്ട്, ബേണിങ്ങും ഉണ്ട്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ചിലപ്പോൾ മനസ്സിലേക്ക് വരുന്നത് ആഴ്സാൽ ഗ്രൂപ്പ് ഓഫ് റെമഡീസ് ആയിരിക്കും. ബേണിംഗ് ഉണ്ട്, ബ്ലാക്കിഷ്നെസ് ഉണ്ട്, നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്, ഈവനിങ് അഗ്രവേഷൻ ഉണ്ട്. ഇത്രയും വരുമ്പോൾ ആഴ്സാൽബയിലേക്കും ചിന്തിക്കാം. അവിടെ ഒരു കമ്പാരിസൺ ലിലിനാൾ തന്നെ പറയുന്നത് രണ്ടിലും ആങ്സൈറ്റി ഉണ്ട്. കാർബൺ ഗ്രൂപ്പിൽ കാർബോവെജിലായാലും നമ്മുടെ ആഴ്സാബിലായാലും ഭയങ്കരമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്. പക്ഷെ റെസ്റ്റ്ലെസ്നെസ് ഈ കാർബോ അനിമാലിസിൽ അധികം ഇല്ല. റെസ്റ്റ്ലെസ്നെസ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആഴ്സാൽബിൽ തന്നെയാണ്. ആഴ്സാബ് പോലെ തന്നെ കാർബോ അനിമാലിസും ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ആശ്വാസമാണ്. അവിടെ നമുക്ക് ഒരുപോലെ തന്നെ തോന്നും. അപ്പൊ ബ്ലാക്ക് ആണ്, ബേണിംഗ് സെൻസേഷൻ ഉണ്ട്, നൈറ്റ് അഗ്രവേഷൻ ഉണ്ട്, എക്വറസ് ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാവും, അനറേഷൻ ബൈ ഹോട്ട് വാട്ടർ വിത്ത് ചില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇത് രണ്ടും കാർബോ അനിമാലിസും ആഴ്സാൽബും വരുന്നത്.
അപ്പൊ ഇതിൽ തന്നെ ഒരു തെർമൽ മൊഡാലിറ്റി മാറിയാലോ, ബ്ലാക്കിഷ് ആണ്, ബേണിംഗ് ഉണ്ട്. പേഷ്യന്റിന് അമിലറേഷൻ വിത്ത് കോൾഡ് ആണെങ്കിൽ, തണുത്ത വെള്ളം വെച്ച് പേഷ്യന്റ് കഴുകുമ്പോഴാണ് പേഷ്യന്റിന് ആശ്വാസം എന്നുണ്ടെങ്കിൽ ഈ കാർബോ അനിമാലിസ് തന്നെ അടുത്ത റെമഡിയായ കാർബോ വെജ് ആയിരിക്കും അവിടെ കൂടുതൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരിക. അപ്പൊ വെരിക്കോസ് അൾസറിൽ ബേണിംഗ് ഉണ്ട്, ബ്ലാക്കിഷ്നെസ് അപ്പിയറൻസ് ഉണ്ട്, പേഷ്യന്റിന് പുറത്തിറങ്ങി, ഇവർക്ക് രണ്ട് ഗ്രൂപ്പിനും ഇൻഡോർ അഗ്രവേഷനാ, അകത്തിരിക്കുന്നത്, റൂമിന്റെ അകത്തിരിക്കുന്നത് പൊതിഞ്ഞു കെട്ടി വെക്കുന്നതും ഒക്കെ ഈ കാർബോ അനിമാലിസിനും കാർബോ വെജിനും അഗ്രവേഷനാ. അപ്പൊ ഇവര് പുറത്തിറങ്ങി കാർബോ അനിമാലിസ് ആണെങ്കിൽ കാർബോ അനിമാലിസ് ആണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കഴുകും, കാർബോ വെജ് ആണെങ്കിൽ അവിടെ തണുത്ത വെള്ളം ഒഴിച്ച് കഴുകും. അപ്പോ പിന്നെ കാർബോ വെജിന്റെ അൾസർ എന്ന് പറയുമ്പോൾ ഫാരിങ്ടണിൽ ഒരു കമ്പാരിസൺ പറയുന്നത്, കാർബോ വെജിന്റെ വെരിക്കോസ് അൾസർ ആയാലും വെരിക്കോസ് വെയിൻ ആയാലും സ്കിൻ സർഫസിനോട് ചേർന്നിട്ട് പരന്ന് കിടക്കുന്നുള്ളതാണ്. അതായത് ഭയങ്കര ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കത്തില്ല, സ്കിന്നിനോട് ചേർന്ന് പരന്ന് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും കാർബോ വെജിന്റെ അൾസർ എന്ന് പറയുന്നത്. പക്ഷെ കാർബോ അനിമാലിസിലാണെങ്കിൽ കുറച്ചും കൂടി ഇൻഡുറേഷൻ ഒക്കെ മാർക്ഡ് ആയിട്ട് വരുന്ന ഗ്രൂപ്പ് ആയത് കാരണം ഈ വെയിൻസ് കുറച്ചും കൂടി ഡയലേറ്റഡ് ആയിട്ടായിരിക്കും കാർബോ അനിമാലിസിൽ കാണാൻ പറ്റുക. പക്ഷെ കാർബോ വെജിലാണെങ്കിൽ ഇത് സർഫസിനോട് കിടന്ന് കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന അൾസേഴ്സ് ആയിരിക്കും. പിന്നെ അതിന്റെ മാർജിൻസ് ഇറഗുലർ ആയിരിക്കും കാർബോ വെജ് തന്നെ. ഇനി ഈ ഇറഗുലർ ആയിട്ടുള്ള മാർജിൻസ് കുറച്ചും കൂടി തിക്കൻഡ് എന്നിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ബ്ലഡും പസും എല്ലാം കൂടി യൂസ് ചെയ്ത് വരുവാണെങ്കിൽ കാൽക്കേരിയ ഫ്ലൂറായി അവിടെ റെമഡി. കാൽക്കേരിയ ഫ്ലൂറിന് ഇതുപോലെ തിക്കൻഡ് ആയിട്ടുള്ള ഇൻഡുറേറ്റഡ് ആയിട്ടുള്ള മാർജിൻ ഉണ്ട്, അതിനകത്ത് നിന്ന് ബ്ലഡും പസും യൂസ് ചെയ്ത് വരുന്ന തിക്കൻഡ് ആയിട്ടുള്ള സർഫസും ഉണ്ട്, ബ്ലഡും പസും യൂസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോ നമ്മൾ കാർബോ വെജിൽ പറഞ്ഞല്ലോ, ബ്ലാക്കിഷ് ആയിട്ടുള്ള വെരിക്കോസ് അൾസർ ആണ്, ബേണിംഗ് ഉണ്ട്, അമിലറേഷൻ വിത്ത് കോൾഡ് വാട്ടർ ആണ്, തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുമ്പോഴത്തേക്കുമാണ് വെരിക്കോസ് അൾസറിൽ കാർബോ വെജിന് ആശ്വാസം. അതുപോലെ തന്നെ മൊഡാലിറ്റി വരുന്ന വേറെ ഡ്രഗ് ആണ് സീക്കിയൽ കോർ. ഇതുപോലെ തന്നെ ബേണിംഗ്, ഭയങ്കരമായി പുകച്ചിലുണ്ട്, ഈ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള അപ്പിയറൻസ് ഉണ്ട്, തണുത്ത വെള്ളം വെച്ച് കഴുകുമ്പോഴത്തേക്കും പേഷ്യന്റിന് ആശ്വാസം ഉണ്ട്. അവിടെയും അതിന്റെ ഡിഫറൻഷിയേറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ സീക്കിയൽ കോറിന് ആ ഒരു പാർട്ട് അവർക്ക് ഒന്നാമതൊരു ഷ്രിവൽഡ് അപ്പിയറൻസ് ആയിരിക്കും സീക്കിയൽ കോറിന്. ഇവർക്ക് ഈ പാർട്ട് തൊട്ടാൽ അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആ ഒരു ടിംഗ്ലിംഗും നംബ്നെസ്സും ഒരു മരവിപ്പും, അത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ കട്ടാവുന്നുണ്ടല്ലോ സീക്കിയൽ കോറിന്, ആ ഒരു നെക്രോസ് അത്രത്തോളം ഡീപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പത്തോളജി ആയിരിക്കും സീക്കിയൽ കോറിൽ കുറച്ചും കൂടി വരിക. ഈ കാർബോ വെജിലും കാർബോ അനിമാലിസിലും ബ്ലഡ് സർക്കുലേഷൻ സ്ലഗിഷ് ആവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ടിഷ്യൂസിന്റെ ഓക്സിജനേഷൻ ഒക്കെ പോവും. അപ്പൊ കാല് ഒരുമാതിരി തടിച്ച് നീര് വന്ന് വീർത്ത് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് പേഷ്യന്റിന് ഫീൽ ചെയ്യുന്ന, രാത്രി കിടക്കാൻ പറ്റാത്ത, എന്നാ പുതച്ച് അടച്ചു മൂടിയൊക്കെ വെക്കുമ്പോൾ വേദന കൂടുന്ന, തുറന്നു വെച്ച ആശ്വാസം വരുന്ന ഒരു പ്രസന്റേഷൻ ആണ് കാർബോ അനിമാലിസിൽ ഈ ഒരു വെരിക്കോസിന്റെ ആ ഒരു അൾസറിലേക്ക് വരുമ്പോഴത്തേക്കും വരുന്നത്. ദെൻ കാർബോ അനിമാലിസിന്റെ ജസ്റ്റ് നമുക്കൊരു എൻട്രി പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കുറെ ബുക്സിൽ പറയുന്ന പോയിന്റ് മാത്രം ഞാൻ ഈ സ്ലൈഡുകളിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പല ഓതേഴ്സും റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് മാത്രമേ ഇങ്ങോട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ കാർബോ അനിമാലിസിന്റെ ഇൻഡറേഷൻ ഉള്ളതുകൊണ്ട് അവരുടെ വെയിൻസ് ഒക്കെ ഇതുപോലെ ഡയലേറ്റഡ് ആയിട്ട് കയ്യിൽ ഇങ്ങനെ കാണാൻ പറ്റും, ഓൾഡ് ഏജ് പീപ്പിൾസിൽ നമ്മൾ കാണുന്ന പോലെ. ഇപ്പൊ വെരിക്കോസ് വെയിനിലൊക്കെ ഞരമ്പ് ഇങ്ങനെ തടിച്ച് ഇതുപോലെ കാലിലൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ് കാർബോ അനിമാലിസിന്റെ പ്രത്യേകത. കാർബോ വെജിൽ പറഞ്ഞായിരുന്നു കുറച്ച് പരന്ന് കിടക്കുന്നതായിരിക്കും, ഒരു ഭയങ്കര ഫ്ലാബിനെസ് ആയിരിക്കും, അങ്ങനെ ഒരു ബ്ലൂയിഷ് സൈനോസിസ് ലുക്ക് കാണുന്നതല്ലാണ്ട് ഈ ഞരമ്പ് തടിച്ച് കിടക്കുന്നത് കുറച്ചും കൂടി പ്രൊമിനന്റ് കാർബോ അനിമാലിസിനാണ്. അപ്പൊ ഇങ്ങനെ തന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി പ്രൊമിനന്റ് ആണെങ്കിലോ ഞരമ്പ് തടിച്ചു കിടക്കുന്നത്, ഒരു വിപ്പ് കോഡ് പോലെ കാലിലൊക്കെ ചുരുണ്ട് എണീറ്റ് നിൽക്കുന്ന തരത്തിലുള്ള വെരിക്കോസ് വെയിൻസ് ആണെങ്കിൽ അവിടെ വരുന്നത് കാൽക്കേരിയ ഹൈപ്പോഫോസ് എന്നുള്ള ഡ്രഗ് ആണ്. അത് ഭാഗ്യലക്ഷ്മി ഡോക്ടർ ഇതാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്, അത് ഇങ്ങനെ 30 റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ പ്ലംബം അയോഡൈഡും അങ്ങനത്തെ ഒരു വെരിക്കോസ് കണ്ടീഷനിൽ ചിന്തിക്കാവുന്നതാണ്. പിന്നെ ഈ പാമ്പ് കിടക്കുന്ന പോലെ എസ് തന്നെ അടുപ്പിച്ച് വെച്ച് ചുരുണ്ട് കിടക്കുന്ന പോലെ തടിച്ച് വെരിക്കോസ് വെയിൻ അത്രത്തോളം കാണുന്നത് വൈപ്പറയ്ക്കാണ്. വൈപ്പറയുടെ ഒരു വെരിക്കോസ് കാലിൽ വരുമ്പോഴത്തേക്ക് അത്രത്തോളം തടിച്ചിട്ട് അങ്ങനെ കിടക്കുന്നുണ്ടാവും.
അപ്പൊ അത് ഇങ്ങനെയൊക്കെ ഒരു വീനസ് ലുക്ക് കാണുവാണെങ്കിൽ അത് കാർബോ അനിമാലിസ് ആണോ എന്ന് നമുക്കൊരു കേസിൽ ചിന്തിക്കാം. മറ്റൊന്ന് സെപ്പിയെ പോലെ തന്നെ ഇവിടെ ഫേസിൽ ഇതുപോലെ കോപ്പർ കളേർഡ് ഒരു സ്പോട്ട് പോലെ ഫേസിൽ ഒരു പിഗ്മെന്റേഷൻ, അത് പല കേസിലും പല ഓതേഴ്സും ഒരു കീനോട്ട് സിംറ്റം ആയിട്ട് തന്നെ, ക്ലാർക്കൊക്കെ കീനോട്ട് സിംറ്റം ആയിട്ട് തന്നെ പല കേസിലും പ്രിസ്ക്രിപ്ഷന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കോപ്പർ കളേർഡ് സ്പോട്ട് ഇസ്റ്റിലാഗോയിലുണ്ട്, പല ഡ്രഗിലും ഉള്ള പോലെ ഇതിനും ഒരു കോപ്പർ കളേർഡ് സ്പോട്ട് ഉണ്ട്. അത് വീണ്ടും സെപ്പിയിലെ പോലെ തന്നെ ഒരു യെല്ലോ സ്റ്റെയിനിങ് ആയിട്ടുള്ള സ്വെറ്റ് ഇതുപോലെ യെല്ലോ സ്റ്റെയിനിങ് ആയിരിക്കും, വിത്ത് ഒഫൻസീവ്നെസ്സും കൂടിയുണ്ട്. ആൻഡ് നൈറ്റിൽ കൂടും. യെല്ലോ സ്വെറ്റ് ഉണ്ട്, അത് ഒഫൻസീവ് ആണ്. നൈറ്റ് ഡെബിലിറ്റേറ്റിംഗ് സ്വെറ്റും കൂടിയാണ് കാർബോ അനിമാലിസിന്റെ സ്വെറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ ഡിസ്ഫിഗേർഡ് ആയിട്ടുള്ള സ്കാർ, മുഖക്കുരു വന്നിട്ട് മുഖത്ത് ഡിസ്ഫിഗേർഡ് ആയിട്ട് ബ്ലാക്കിഷ് ആയിട്ടുള്ള സ്കാർ നിൽക്കുക. അതും കാർബോ അനിമാലിസിലേക്ക് ചിന്തിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. അതിന്റെ ഒപ്പം തന്നെ ലിംഫഡിനോപ്പതി ഉണ്ടെങ്കിലും കാർബോ അനിമാലിസ് അവിടെ നമ്മൾ ചിന്തിക്കണം. ഇത്രയുമാണ് നമുക്ക് കേസ് എടുക്കാണ്ട് പേഷ്യന്റിൽ എൻട്രി പോയിന്റ് ആയിട്ട് എടുക്കാവുന്ന സിംറ്റംസ്. ദെൻ ഇതിന്റെ ഒരു മൈൻഡിലെ എവല്യൂഷൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഫറൂഖ് ജെ മാസ്റ്റർ ആണ് അതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ളത്. സാറ് പറയുന്ന മെയിൻ സിംറ്റം ഇതിന്റെ നൊസ്റ്റാൾജിയ ആൻഡ് ഹോം സിക്നെസ് എന്ന 2 സിംറ്റത്തിലാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അത് റഡാറിന്റെ കീനോട്ടിലും എല്ലാ ബുക്സിലും നൊസ്റ്റാൾജിയ ആൻഡ് ഹോം സിക്നെസ്. ഈ നൊസ്റ്റാൾജിയ നമുക്ക് കാർബൺ അനിമാലിസിന്റെ പ്രിപ്പറേഷനിൽ പറഞ്ഞല്ലോ, അതിന് സ്കിന്നിന് അതിന്റെ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് അത് ചാരമായിട്ട് പോകാണ്ട് അനുവദിക്കുന്നില്ല. അതിന്റെ പ്രോസസ്സ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ലൈഫ് സൈക്കിളിൽ. ഒരാളുടെ ലൈഫ് അതൊരു കംപ്ലീറ്റ് പ്രോസസ്സ്, അതൊരു ഫ്രൂട്ട്ഫുൾ ആവണമെങ്കിൽ അവർക്ക് ഒരു ലൈഫിൽ ഒരു അക്സെപ്റ്റൻസ് വേണം, അവർക്ക് മറ്റുള്ളവരെ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അവരുടെ കൂടെ നിൽക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ വേണം. അങ്ങനെ എല്ലാം വരുമ്പോഴത്തേക്കുമാണ് ഇവരുടെ ലൈഫ് ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിളിലേക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് ലൈഫ് ആവുക. പക്ഷെ ഈ കാർബോ അനിമൽസിൽ ഈ ലൈഫ് സൈക്കിള് ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആകും. ഇവർക്ക് വേണ്ട അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, ഇവർക്ക് വേണ്ട വാംത്ത് കിട്ടുന്നില്ല, ഇവർക്ക് വേണ്ട കെയർ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു ലൈഫ് സൈക്കിൾ സ്റ്റാഗ്നേറ്റഡ് ആയി ഇവരൊരു റിജിഡിറ്റിയിലേക്ക് മാറും. ഇവരെങ്ങനെയാണോ പോകുന്നത് ആ ഒരു റുട്ടീനിൽ ഇവർ റിജിഡായിട്ട് ഇരിക്കും. പുതിയൊരു കാര്യം അക്സെപ്റ്റ് ചെയ്യാനോ പുതിയൊരു കാര്യത്തിലേക്ക് മിക്സ് ചെയ്യാനോ ഇവര് അൺവില്ലിംഗ് ആയിട്ട് മാറും. അപ്പൊ ആ ഒരു റിജിഡിറ്റി തന്നെയാണ് ഫിസിക്കൽ സ്ഫിയറിലേക്ക് ഇവർക്ക് ഇൻഡ്യൂറേഷൻ ആയിട്ടും ആ ഒരു സിംറ്റംസ് ആയിട്ടും വരുന്നത്. അപ്പൊ മെന്റൽ സിംറ്റത്തിൽ വരുന്ന റിജിഡിറ്റി, അതുകൊണ്ട് തന്നെ ഇവർ പുവർ മിക്സേഴ്സ് ആയിരിക്കും. ഒരു ഗ്രൂപ്പിൽ പോയാൽ കൂടുതലും ഐസൊലേറ്റഡ് ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും. ബോറിക്കിലൊക്കെ മെയിൻ സിംറ്റം ആയിട്ട് പറയുന്നുണ്ടല്ലോ, ഇവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും താല്പര്യം. കമ്പനി ആയിട്ട് അധികം ഇവര് പ്രിഫർ ചെയ്യുന്നില്ല. ഇവര് എങ്ങനെയാണോ അവരുടെ ആ ഒരു അക്കസ്റ്റംഡ് റുട്ടീനിലേക്ക് പോയിട്ടുള്ളത്, ആ ഒരു റുട്ടീനിൽ നിന്ന് മാറിയിട്ട് പുതിയൊരു സിറ്റുവേഷനിലേക്ക് മാറാൻ ഇവർ റെഡിയല്ല. ഇപ്പൊ പ്രായമായവരൊക്കെ ആണെങ്കിൽ, ഇപ്പൊ മക്കള് പുറത്തേക്ക് ജോലിക്കായിട്ട് സെറ്റിൽഡ് ആയിട്ടാണെങ്കിൽ അച്ഛനും അമ്മയും വാ നമ്മുടെ പോയി താമസിക്കാന്ന് പറഞ്ഞാല് ഇവര് പോകൂല. എന്റെ വീട്, എന്റെ നാട്, അങ്ങനെ ഇരിക്കും. പക്ഷെ എന്നാ അവരത് ഹാപ്പിയാണോ? അവരത് ഹാപ്പി അല്ല. ഇത് മനസ്സിലിട്ട് ആലോചിച്ചു, അയ്യോ അന്ന് അവര് എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ എന്ത് രസമായിരുന്നു, ആ ലൈഫ് എന്ത് രസമായിരുന്നു, അങ്ങനെ ആലോചിച്ച് മനസ്സിലിട്ട് നീറി ഇവരിയ്ക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആ ഒരു കോറിലേഷൻ വരുന്നോണ്ടിട്ടാണ് ഈ ഓൾഡ് ഏജ് പീപ്പിളിൽ കുറെ ഇതായിട്ട് നമ്മുടെ ബുക്സിലൊക്കെ ഓൾഡ് ഏജ് പീപ്പിൾസിന് കുറച്ചും കൂടി ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നു എന്ന് പറയുന്നത്. ഓൾഡ് ഏജ് പീപ്പിൾസിന് മാത്രമല്ല, നമുക്ക് ഈ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനും ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പൊ നൊസ്റ്റാൾജിയും ഹോം സിക്നെസ്സും ആണ് ഇതിന്റെ മെയിൻ 2 സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോം സിക്നെസ് പറയുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട റെമഡിയാണ് ക്യാപ്സിക്കം വരുന്നുണ്ട്, ഫോസ്ഫോറിക് ആസിഡ് വരുന്നുണ്ട്, പിന്നെന്താ കാൽക്കേരിയ ഫോസ് വരുന്നുണ്ട്, അങ്ങനെ റെമഡീസ് എല്ലാം വരുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ വ്യത്യാസം, ഇവർക്ക് നൊസ്റ്റാൾജി ഇല്ല എന്നുള്ളത്. ഇവർക്ക് ദേ ജസ്റ്റ് വാണ്ട് ടു ഗോ ഹോം, അവർക്ക് വീട്ടിൽ പോയാൽ മതി. അവർക്ക് ഇത് പഴയത് ആലോചിച്ചുള്ള നൊസ്റ്റാൾജി ഇല്ല. ഫറൂഖ് ജെ മാസ്റ്റർ പറയുന്നത് ഡ്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ് ഹാപ്പി മൊമെന്റ്. നമ്മൾ റൂബ്രിക് എടുത്താൽ ഡ്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ്, പഴയ കാലത്തെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറെ റെമഡീസ് ഉണ്ടാവും, നാട്രമൂർ അതിൽ കയറി വരും. പക്ഷേ ഡ്വെല്ലിംഗ് ഓൺ ദ പാസ്റ്റ് ഹാപ്പി മൊമെന്റ്,
പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന സന്തോഷമായ നിമിഷങ്ങൾ ആലോചിച്ച് ഇപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ മനസ്സിലിട്ട് നടക്കുന്ന ആ ഒരു ഡ്വെല്ലിംഗ് ഇൻ ദ പാസ്റ്റ് ഹാപ്പി മൊമെന്റിൽ 3 ഡ്രഗാണ് വരുന്നത്. ഒന്ന് കാർബാനിമാൽസ്, രണ്ടാമത്തത് സെക്കാരം ഒഫിഷ്യനാലിസ്, മൂന്നാമത്തത് കാസിനോസിൻ. അപ്പൊ അത്രത്തോളം ഈ ഒരു ഡ്വെല്ലിംഗ്, അവരുടെ നൊസ്റ്റാൾജിയ ഫീലിംഗ്, അവര് ആ പാസ്റ്റ് ഹാപ്പി മൊമെന്റ്സിനെ അയവിറക്കുന്ന ആ ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓൾഡ് ഏജ് പീപ്പിൾ സ്ട്രോങ് ക്രേവിംഗ് ഫോർ ദ പാസ്റ്റ്. ഇവർക്ക് പണ്ടിരുന്ന പോലെ തന്നെ അങ്ങനെ പഴയ കാലത്തേക്ക് തന്നെ ഇരിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരിക്കും. ഇപ്പൊ പണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, പണ്ട് ഒരുമിച്ച് ദീപാവലി ആഘോഷിച്ചു, പണ്ട് ഞങ്ങൾ കുട്ടികളെല്ലാവരും ഒരുമിച്ച് കേക്ക് മുറിച്ചു, പണ്ട് ഒരുമിച്ച് പിക്നിക്കിന് പോയി. ഈ ഓർമ്മകളൊക്കെ ഇവരെ മനസ്സിൽ ഇവരിങ്ങനെ മനസ്സിൽ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കൂടെ ആരും ഇല്ലാത്തത് ഈ കാര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിന് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോ ഇപ്പോ നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോ എബ്രോഡ് പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടേയാക്കുക, ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്ന സോൾജിയേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അവർക്കൊക്കെ ഈ ഒരു തീം അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ മറ്റ് ഹോം സിക്നെസ്സിന് വരുന്നുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്. എങ്ങനെയാണോ ആ ലൈവ്ലി ആയിട്ട് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവർ എക്സ്പ്രസ് ചെയ്യും. എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന സാമ്പാറിന്റെ മണം, എന്റെ അമ്മ അരച്ചിരുന്ന ചമ്മന്തിയുടെ മണം, എന്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന അത്രത്തോളം ഇവർ പറയുന്നതിൽ ആ ഒരു ലൈവ്ലിനെസ്സും മൃത്തും എന്താ ആ ഒരു വൈവേഷ്യസ്നെസ്സും എല്ലാം ഉണ്ട്. അത്രത്തോളം ലൈവ്ലി ആയിട്ടായിരിക്കും ഇവരുടെ മനസ്സിൽ ആ ഓർമ്മകൾ നിൽക്കുക. അതാണ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. ബാക്കി റെമഡീസിന് ഹോം സിക്നെസ് പറയുമ്പോൾ ഈ ഒരു നൊസ്റ്റാൾജി അവരെ വേട്ടയാടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാർബോ അനിമാലിസിന്റെ എല്ലാ സിംറ്റംസും മോർണിംഗ് അഗ്രവേഷനാ. ഉറക്കം കഴിഞ്ഞ് രാവിലെ എണീറ്റ് കണ്ണ് തുറക്കുമ്പോൾ ഇവർക്ക് ഓർമ്മ വരും, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ വീട് അവിടെ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. അപ്പൊ മോർണിംഗ് അഗ്രവേഷൻ എല്ലാ സിംറ്റംസിലും, ഒരുപാട് സിംറ്റംസിൽ ഇവർക്ക് മോർണിംഗ് അഗ്രവേഷൻ പറയുന്നുണ്ട്. ആങ്കർ അഗ്രവേഷൻ മോർണിംഗ്, ആൻസൈറ്റി അഗ്രവേഷൻ മോർണിംഗ്, കൺഫ്യൂഷൻ മോർണിംഗ്, ഡൾനെസ് മോർണിംഗ്, ഫിയർ മോർണിംഗ്, ഇറിറ്റബിലിറ്റി മോർണിംഗ്, ത്രോട്ട് മ്യൂക്കസ് മോർണിംഗ്. അങ്ങനെ മോർണിംഗ് സിംറ്റം എടുത്താൽ കുറേ അഗ്രവേഷൻ. ഫുഡ് കണ്ണടച്ചിരുന്നാൽ ഇവർക്ക് അഗ്രവേഷൻ, കണ്ണടയ്ക്കുമ്പോൾ ഈ ഓർമ്മകളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അതാണ് കാർബോ അനിമാലിസിന്റെ ഒരു നൊസ്റ്റാൾജിയ ആൻഡ് ഹോം സിക്നെസ് എന്ന് പറയുന്നത്. ലോങ്ങിങ് ഫോർ ദ ഫ്രീഡം ഓഫ് ദ പാസ്റ്റ്, dwell on past happy moments, forsaken feeling, everything is changed. ഇപ്പൊ ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ്, അതെ, ഒന്നല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്തു പോയിട്ട് ഭാര്യയ്ക്ക് തോന്നുന്ന ഫീലിംഗ് ആവാം. പണ്ട് എല്ലാവരും ഉണ്ടായിരുന്നപ്പോ രസമായിരുന്നു, ഇപ്പൊ ആരും അടുത്തില്ല, എല്ലാം ഇപ്പൊ മാറിപ്പോയി, അങ്ങനെ ഒരു ഫീലിംഗ് ആകാം. അപ്പൊ ഇവര് മൊത്തത്തിൽ ഇതിലൊക്കെ ആലോചിച്ചിട്ട് മെലങ്കോളിക് ആയിരിക്കും. ഡെസേർട്ടഡ് എംപ്റ്റി മൂഡ്, ഡെസേർട്ടഡ് ഒരു മരുഭൂമിയിൽ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും ഇവരുടെ മനസ്സിലെന്ന് പറഞ്ഞാല്. എവറിത്തിങ് സീംസ് സാഡ്, ലോൺലി, ഷീ ഡിസയർ ടു വീപ്. ഇപ്പൊ കുട്ടികളൊക്കെ എബ്രോഡൊക്കെ പഠിക്കാൻ പോയാൽ അവർക്ക് ഹോം സിക്നെസ് വന്നിട്ട് ഇവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇവർ ആ പാസ്റ്റ് ആ ഹാപ്പി മൊമെന്റ്സിൽ ഇങ്ങനെ ബ്രൂഡ് ചെയ്ത് ലോൺലി ആയിട്ട് അങ്ങനെ ഇരിക്കും. റിജിഡിറ്റി, അവര് എന്താണോ അവർക്ക് പണ്ടുണ്ടായത് മതി, ഇപ്പോഴുള്ള സിറ്റുവേഷനിലേക്ക് അവർക്ക് അഡാപ്റ്റ് ചെയ്യണ്ട. അതാണ് റിജിഡിറ്റി, ഔട്ട് ഓഫ് റുട്ടീൻ എന്ന് പറയുന്നത്. അവർ ആ റുട്ടീനിൽ അവര് ഭയങ്കര റിജിഡ് ആയിരിക്കും. ഫീലിംഗ് ഡെസേർട്ടഡ് ഇൻ എ ടൗൺ, എംപ്റ്റി ടേബിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ലിറ്ററേച്ചറിൽ പറയുന്നത്. അതായത് നേരത്തെ ചുറ്റും ഉണ്ടായിരുന്നവര് ഇപ്പൊ ചുറ്റുമില്ല, ഒറ്റപ്പെട്ടൊരു ഫീലിംഗ് ആണ് എംപ്റ്റി ടേബിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ വീപ്പിംഗ് ഇൻ ദ മോർണിംഗ് ഉണ്ട്, വീപ്പിംഗ് ഈറ്റിംഗ് വൈൽ ഉണ്ട്, ഒരു ചേഞ്ച് അവോഷൻ ഉണ്ട്, കോൺവെർസേഷൻ, ഇനി സംസാരിക്കാൻ ആരോടും താല്പര്യമില്ല. ഒരു മിനിറ്റ്. അപ്പൊ ഇവര് വളരെ ടാസിറ്റേൺ ആയിരിക്കും. ഇൻഡിസ്പോസ് ടു ടോക്ക്, മറ്റുള്ളവരോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അപ്പൊ ഇത് കുറച്ച് കേസിൽ കൂടി ഒന്നും കൂടി, ഇതൊക്കെ ലിറ്ററേച്ചറിന് എടുത്ത കേസുകളാണ്, ക്ലാർക്കിന്റെയും പൾഫോർഡിന്റെയും പല ലിറ്ററേച്ചറിൽ നിന്ന് എടുത്തിട്ടുള്ള കേസുകളാണ്. അപ്പൊ ഒരു ഓപ്പൺ സിറസ് അൾസർ ഓഫ് ബ്രസ്റ്റ് വിത്ത് ഒഫൻസീവ് സ്ലഫ്, അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഫിസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, ബേണിംഗ് ഉണ്ട്, എക്യുറസ് ഡിസ്ചാർജ് ഉണ്ട്. അപ്പൊ ആ ഒരു ലേഡിക്ക് എടുത്തിട്ടുണ്ടായിരുന്ന സിംറ്റംസ് എന്ന് വെച്ചാൽ ഡ്വെല്ലിംഗ് ഇൻ ദ പാസ്റ്റ് ഹാപ്പി മൊമെന്റ്സ്. ഇവര്
എബ്രോഡ് എന്തോ നേഴ്സ് എന്തോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. 40 years എന്തോ ഒരു കേസായിരുന്നു. അപ്പൊ അവർക്ക് ഉണ്ടായിരുന്ന ബാക്കി സിംറ്റംസ് പഴയ ആ വീട്ടിലുണ്ടായിരുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകൾ അത് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ ഇവരെ ഈ ഹോണ്ട് ചെയ്യുന്നുള്ളതാണ്, ഈ ഓർമ്മകൾ ഹോണ്ട് ചെയ്യാണ്. ഡ്വെല്ലിംഗ് ഇൻ ദ പാസ്റ്റ്, ഹോം സിക്നെസ്. അതോടൊപ്പം തന്നെ മറ്റ് ഫിസിക്കൽ സിംറ്റംസ് എടുക്കുന്നത് സ്ലഗിഷ്നെസ് ആണല്ലോ കാർബൺ ഗ്രൂപ്പിന്. അപ്പൊ ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നതും ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം ആണ്. പിന്നെ അതുപോലെ തന്നെ കിനോട്ടിൽ പറയുന്ന ഹെഡ് ഏക്ക്, നൈറ്റിൽ അഗ്രവേഷൻ വന്നിട്ട് തലയെല്ലാം കൂടി പൊതിഞ്ഞു പിടിക്കാനായിട്ടുള്ള അടക്കി പിടിക്കാനായിട്ടുള്ള ഒരു സിംറ്റം. അപ്പൊ ഇത്രയും സിംറ്റം വെച്ചിട്ടാണ് ഈ ഒരു കേസിന് കാർബോ അനിമൽസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. വേറൊരു കേസ് ഒരു ലേഡിയുടെ, അതും ഒരു CA കേസാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ ഒരു എയിൽമെന്റ് ഫാക്ടർ എന്ന് വെച്ചാൽ മകന്റെ മാരേജ് കഴിഞ്ഞു, അവൻ വീട്ടിൽ വഴക്കുണ്ടാക്കി ഈ അമ്മയുമായിട്ട് സെപ്പറേറ്റഡ് ആയി വേറെ മാറിയിട്ട് താമസിച്ചു. അപ്പൊ ഇവരുടെ ഫീലിംഗ് സെപ്പറേറ്റഡ് ആയി ഫോർസേക്കൻ ഫീലിംഗ് ഉണ്ട്. പിന്നെ ഇവർക്ക് വേറെ ആരുമായിട്ട് സംസാരിക്കണ്ട, അവൻ നഷ്ടപ്പെട്ടു പോയില്ല, ഇനി വേറെ ഒന്നും വേണ്ട, അവൻ പോയി എന്നുള്ള ഒരു തോന്നലിൽ തന്നെ ഇവരങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ ഇവര് മറ്റേ നമ്മുടെ ഓറത്തിനെ പോലെ സൂയിസൈഡ് ചെയ്യത്തില്ല, പൾസാറ്റിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കത്തില്ല. പകരം ഒരു ഇൻഡോളൻസും ഒരു ലേസിനെസ്സും, ഒന്നിനോട് ഒരു താല്പര്യം ഇല്ലാത്ത ഒരു ഇൻഡോളൻസ് സ്റ്റേജിലേക്ക് ഇവർ പോകുന്നുള്ളതാണ്. ഇവർക്ക് ഉണ്ടായിരുന്ന മറ്റൊരു സിംറ്റം എന്ന് വെച്ചാൽ വെയിറ്റ് സംബഡി ടു റിംഗ് ബെൽ. അവരുടെ മൈൻഡ് എടുത്തപ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് ബെല്ലടിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടോ. അപ്പൊ അവരുടെ മനസ്സിൽ അവർക്ക് പഴയതെല്ലാം വേണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പെട്ടെന്ന് അവർ ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല. അപ്പൊ എനിക്ക് സിംറ്റം വായിച്ചപ്പോഴത്തേക്ക് ഓർമ്മ വന്നത് നമ്മുടെ പഴയൊരു മലയാളം ഫിലിം ഉണ്ടല്ലോ, നോക്കത്ത ദൂരത്ത് കണ്ണുനട്ടില്. അതിനകത്ത് ഒരു അമ്മമ്മ ഇതുപോലെ വാതിക്കയില് കോണിംബെല്ലും വെച്ചിട്ട് പോയ മോളെ ഇങ്ങനെ കാത്തിരിക്കുമല്ലോ, ആരെങ്കിലും വന്ന് ബെല്ലടിക്കുന്നുണ്ടോ, ആരെങ്കിലും എന്നെ വന്ന് വിളിക്കാനുണ്ടോ. അപ്പൊ ആരും ഇല്ല. ആ ഒരു സിംറ്റം എനിക്ക് ആ ഒരു കേസാണ് ഈ ഒരു സിംറ്റം വായിച്ചപ്പോൾ തോന്നിയത്. അപ്പോൾ ആരും ഇല്ലാണ്ട് ഡെസേർട്ടർ ആയിട്ട് ഇരിക്കുന്ന ഒരു ഫീലിംഗിൽ എന്നാലും ആരെങ്കിലും വേണം എന്നുള്ള ഒരു തോന്നലും ആ ഒരു ഒറ്റപ്പെടലും ഒക്കെ കാർബോ അനിമാലിസിൽ ഓർത്ത് വെക്കുക. പിന്നെ അതിന്റെ മറ്റ് കുറച്ച് സിംറ്റം എന്ന് വെച്ചാൽ എക്സിമ, എക്നി പോലുള്ള ഡിസ്ഫിഗേർഡ് ആയിട്ടുള്ള സ്കാർ. മോസ്റ്റ് ഡിസ്ഫിഗേർഡ് സ്കാർ മെഡിക്കൽ പറയുന്നത് വേരിയോളിനത്തിനാണ്. അപ്പോ ഒരു ടീനേജ് ഗേൾസ് ഒക്കെ ഇപ്പൊ ഹോസ്റ്റലിൽ പോവാണ്, എബ്രോഡ് പോയി, അവർക്ക് ഒരു എക്നെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു മൈൻഡിലെ കോസേഷനും വന്നു. വിത്ത് എക്നെ ആണെങ്കിൽ തീർച്ചയായും കാർബോജ് അവിടെ ചിന്തിക്കാം. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം, ഈ താഴത്തെ പിക്ചർ ഞാൻ MD ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കാണിച്ചിരുന്ന ഒരു UG സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് അന്ന് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല, കേസ് മാറ്റാനും പറ്റിയില്ല. എന്താണെന്ന് വെച്ചാല് ആ കുട്ടിക്ക് അത്യാവശ്യം ഫാറ്റി ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അവർക്ക് കാല് വാക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ കാലില് പസ്റ്റുലാർ ആയിട്ടുള്ള ഇറപ്ഷൻസ് വന്ന് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അത് ബ്ലാക്കിഷ് ആയിട്ട് നിൽക്കും, ഇടയ്ക്ക് ചൊറിച്ചിലുണ്ട്. അപ്പോൾ ആ ഒരു ഏറ്റിയോളജിക്ക് വെച്ചിട്ട് ബ്ലാക്കിഷ് വെച്ച് ഒന്ന് ആൾസാൽമ് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇഞ്ചറി എന്തെങ്കിലും ആയിരിക്കും, ഇനി ഷേവ് ചെയ്തിട്ട് ഇഞ്ചറി എന്ന് വെച്ചിട്ട് ലെഡംപാല് കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസമൊക്കെ പല മെഡിസിനും കൊടുത്ത കേസ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ വ്യത്യാസമൊന്നും കിട്ടിയില്ല. ഇപ്പൊ ഈ കാർബോ അനിമൽസിൽ വായിച്ചപ്പോഴത്തേക്കാണ് ഇതിന്റെ ഷേവിങ് എന്നുള്ളൊരു സിംറ്റം ആണ് ഇവിടെ കവർ ചെയ്യുന്നതെന്ന് എനിക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇഫക്റ്റ് ഓഫ് വാക്സിങ്ങിന് കാർബോ അനിമൽസ് ഇതുപോലെ ഷേവ് ചെയ്ത് വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇതുപോലെ ബ്ലാക്കിഷ് ഡിസ്കളറേഷനോ അല്ലെങ്കിൽ ഇറപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു എക്സിമാറ്റസ് എന്തെങ്കിലും ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കണ്ടീഷൻസിൽ കാർബോ അനിമൽസ് ഒന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ പ്രൊലോങ്ഡ് യൂസ് ഓഫ് ഡൈ, ഹെയർ കളർ, പേസ്റ്റ്, ഫേഷ്യൽ ക്രീം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ടോക്സിറ്റി കൊണ്ട് ഇപ്പൊ ബോബിസ്റ്റയിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരുപാട് കോസ്മെറ്റിക്സ് ഉപയോഗിച്ചിട്ട് ഫേസിൽ വരുന്ന ഇറപ്ഷൻസ്. അതുപോലെ തന്നെ അതേ ഗ്രേഡില് കാർബോ അനിമൽസും അതിന്റെ പർട്ടിക്കുലറിൽ കവർ ചെയ്യുന്നുണ്ട്. മറ്റൊരു കേസ് പറയുന്നത് വെരിക്കോസ് അൾസർ ഒരു കേസാണ്. ഒബ്സ്റ്റിനേറ്റ് ആയിട്ടുള്ള ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു 6 years ആയിട്ടുള്ള വെരിക്കോസ് അൾസറിന്റെ കേസായിരുന്നു. അതിൽ ബ്ലാക്കിഷ്, ഇത് പ്രെഡിക്റ്റീവ് ഗ്രൂപ്പിൽ പറഞ്ഞൊരു കേസാണ്. ബാക്കിഷ് ആയിട്ടുള്ള വെരിക്കോസ് അൾസർ, സ്കെയിലിനെസ് ഉണ്ട്, ക്രാക്ക് ഉണ്ട്, ബേണിംഗ് ഉണ്ട്, അമലറേഷൻ ബൈ വാംത്ത് ഉണ്ട്. കാർബോ അനിമൽസിന്റെ എല്ലാ പെർട്ടിക്കുലേഴ്സും ഉണ്ട്. ഇവർക്ക് ഈ കംപ്ലൈന്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 6-7 വർഷമായിട്ട് ഉള്ള അൾസറാണ്. ഇവർക്കത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ ഹസ്ബൻഡിന്റെ ഡെത്തിന് ശേഷമാണ്. അപ്പൊ ഡെത്തിന് ശേഷം ഇവർക്കുണ്ടാകുന്ന സിംറ്റം എന്ന് വെച്ചാൽ
നമ്മൾ പറഞ്ഞില്ല കാർബോ അനിമാലിസിന്റെ ആ ഒരു ഹോം സിക്നെസ്, അവരുടെ വിഷമവും അവര് പറയുന്നത് ഭയങ്കര ലൈവ്ലിനെസ്സിൽ ആയിരിക്കും. എങ്ങനെയാണോ അന്ന് ഉണ്ടായിരുന്നത് അതേ ഫീലിംഗിലും അതേ ഒരു ലൈവ്ലി ആയിട്ടായിരിക്കും ഇവർ ആ ഫുഡിന്റെ കാര്യം എക്സ്പ്രസ് ചെയ്യുന്ന പറഞ്ഞല്ലോ, അതുപോലെ തന്നെയായിരിക്കും ഇവർ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യുക. അപ്പൊ ഈ ഒരു ലേഡിക്ക് ഉണ്ടായിരുന്ന സിംറ്റം ഇപ്പോഴും ഡെയിലി ഹസ്ബൻഡിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട്, അതൊക്കെ അവരുടെ മകള് പറഞ്ഞതായിട്ടാണ് കേസിൽ പറയുന്നത്. ഹസ്ബൻഡിന്റെ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് ഇവര് വർത്താനം പറയും ഹസ്ബൻഡിനോട്. അതുപോലെ തന്നെ എല്ലാ സൺഡേസിലും സെമിത്തേരിയിൽ പോയിട്ട് എന്താ പൂ വെക്കുക. അത് ഇത്രയും വർഷങ്ങളായിട്ടും, ഒരു വർഷത്തെ കാര്യമല്ല, ഒരു 6 വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഫി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെയിലി ഒരു കപ്പ് കോഫി പ്രിപ്പയർ ചെയ്ത് വെക്കുക, ഹസ്ബൻഡ് ഷൂ തുടച്ച് വെക്കുക. അപ്പൊ എങ്ങനെയാണോ അന്ന് ഉണ്ടായിരുന്ന അതേ ലൈവ്ലിനെസ്സിൽ തന്നെ അവർ ആ ഫ്രഷ് ആയിട്ട് നൊസ്റ്റാൾജിയ മനസ്സിൽ ഹോൾഡ് ചെയ്യുന്നുള്ളതാണ് ഈ കാർബോ അനിമാലിസിന്റെ ഈ ഹോം സിക്നെസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കേസിൽ കാർബോ അനിമാലിസ് ആണ് കൊടുത്തത്. ഇതുപോലെ ഒരു കേസ് ഒരു കാർബോ വെജ് കൊടുത്തിട്ട് സെയിം ഒരു എറ്റിയോളജി വെച്ചുള്ള വെരിക്കോസ് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്, ക്യൂർ ചെയ്തത്. അത് ഇതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഡെത്തിന് ശേഷം, അത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു ഷോക്ക്, അവർക്ക് ഹസ്ബൻഡിന്റെ ഡെത്തിന് ശേഷം ഉണ്ടായ ഫസ്റ്റ് റിയാക്ഷൻ ചോദിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് അവർക്ക് ഷോക്ക്, കൊളാപ്സ്, അങ്ങനെ ഒരു സിംറ്റം. അവിടെ നിന്നാണ് കാർബോ വെജ് ചിന്തിച്ച്, ഞാൻ ചെയ്ത കേസല്ല, ഞാൻ ട്രീറ്റ് ചെയ്ത് കണ്ടൊരു കേസായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു അപ്പോ അതൊരു എയിൽമെന്റ് ഫാക്ടർ ആണ് ഈ കാർബോ ഗ്രൂപ്പിന്. ദെൻ ഡെലൂഷൻ ഹിയറിംഗ് ടോൺ വേൾഡ് അസ് ഫ്രം അനദർ, മറ്റു വേൾഡിൽ നിന്നുള്ള ഒച്ചകള്, അതായത് കീനോട്ടിലും പറയുന്ന സിംറ്റം ആണല്ലോ, വോയിസ് വേറെ എവിടെ നിന്നോ കേൾക്കുന്ന പോലെ ഒരു ഫീലിംഗ്. എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മറ്റേതോ ലോകത്താണ് ഇനി എന്നുള്ളൊരു ഫീലിംഗിൽ നിന്നാണ് ഇവർക്ക് ആ വേറെ എന്തൊക്കെയോ ശബ്ദങ്ങൾ വേറെ വേറെ എവിടെ നിന്നൊക്കെയോ കേൾക്കുന്ന ഒരു ഫീലിംഗ് വരുന്നത്. പിന്നെ മറ്റൊരു സിംറ്റം എന്ന് പറയുന്നത് സ്ട്രോങ് റിഗ്രറ്റ് ഓഫ് സ്റ്റേയിങ് എലൈവ്. അപ്പോ എന്നെ മാത്രം, അത്രമാത്രം ഇവരൊരു ഇമോഷണലില് ഒരു റിലേഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് പിന്നെ എന്നെ മാത്രം എന്തിനീ ലൈഫിൽ ഞാൻ മാത്രം എന്തിനിങ്ങനെ നിന്നു, ഐ ഷുഡ് ഹാവ് ഡൈഡ് വെൻ ഹി ഡൈഡ്, അവൻ മരിച്ചപ്പോ ഞാനും കൂടി മരിക്കേണ്ടതായിരുന്നു, ഞാൻ മാത്രം എന്തിനു നിന്നു എന്നുള്ളൊരു പിന്നെയും ജീവിക്കുന്നതിലൊരു സ്ട്രോങ് റിഗ്രറ്റ്. അപ്പൊ അത്രത്തോളം ഇവര് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഓരോ എന്താ വയനാട് ദുരന്തത്തിന്റെ ഒക്കെ സമയത്ത് കണ്ടിട്ടുണ്ടായില്ലേ, ഒരു ഫാമിലിയിൽ കുറെ ആൾക്കാർ മരിക്കുക. അപ്പൊ കൂടെ ബാക്കി അവശേഷിക്കുന്ന ആൾക്കാർക്ക് ഞാൻ മാത്രം എന്തിന് നിന്നു എന്നൊരു ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ വരുമ്പോ കാർബോ അനിമൽസ് എന്നല്ല, അവിടെ എന്താ അംബ്രാഗ്രേഷ്യ പോലെ റെമഡീസ് വരും. ഒരു കോൺസിക്യൂട്ടീവ് ഡെത്ത്, ഒരാൾ മരിച്ചു, അടുത്ത ആൾ മരിച്ചു, ഒരു 2-3 ആൾക്കാർ അടുപ്പിച്ചടുപ്പിച്ച് ഒരു ഫാമിലിയിൽ മരിച്ചിട്ട് ഒരാൾക്ക് വരുന്ന എയിൽമെന്റ്സിന് കുറച്ചും കൂടി അംബ്രാഗ്രേഷ്യാണ് അവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ഫീലിംഗ് ഓഫ് സ്റ്റേയിങ് എലൈവ് ഉണ്ട് ഇവർക്ക്. ഒരു ഇന്റേണൽ അർജ് ടു ബി ഹാപ്പി, ഇവർക്ക് ഹാപ്പി ആവണമെന്നുണ്ട്, പക്ഷേ ഇവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർ റെഡിയല്ല. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ തന്നെ പോകാനായിട്ടാണ് ഇവർക്ക് താല്പര്യം. മറ്റൊരു കേസ് ഫറൂഖ് ജെ മാസ്റ്ററുടെ രസകരമായിട്ട കേസാണ്. ഒരു 40 ഇയർ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിന്റെ ആയിരുന്നു. അപ്പോൾ ഏനൽ ആക്സിസ് വിത്ത് അൾസർ ഉണ്ട്, ഫിസ്റ്റുലസ് ഓപ്പണിംഗ് ഉണ്ട്. ആ പേഷ്യന്റിന് ഉണ്ടായിരുന്ന സിംറ്റം, ഈ പേഷ്യന്റിന്റെ ഫുഡിനെ കുറിച്ച് വല്ലാണ്ട് പറയുന്നുണ്ട്. ഫുഡിന്റെ ആ ഒരു ഭയങ്കര ബിറ്റ് ആയിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്ങും ഭയങ്കരമായിട്ട് ഫുഡിനെ കുറിച്ച് ഇയാൾ എക്സ്പ്രസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാസ്റ്റർ ഇയാളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പറയാം, അത് ഭയങ്കര രസമാണ് കേൾക്കാനായിട്ട്. വാട്ട് എ ലാർജ് ടമ്മി എന്ന് ഫറൂഖ് ജെ മാസ്റ്റർ പേഷ്യനോട് ചോദിക്കുക. അപ്പൊ ഈ പേഷ്യന്റ് പറയുന്ന റിപ്ലൈ, ഡു യു നോ ഹൗ മെനി ബ്യൂട്ടിഫുൾ തിങ്സ് ആർ ഇൻ മൈ ഇൻസൈഡ് എന്ന്. എന്താ നിങ്ങളുടെ ഇത്ര വലിയ കുടവേറെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഡോക്ടർക്ക് അറിയാം എന്തോരം ബ്യൂട്ടിഫുൾ ആയുള്ള സാധനങ്ങളാണ് ഞാനിതിൽ നിറച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ഇയാൾ ആ ഫുഡിനും ആ ഒരു ടേസ്റ്റിനും അത്രത്തോളം ലവ് ചെയ്യുന്നുള്ളതാണ്. അതിന് മാസ്റ്റർ കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാല്, ഈ ഫുഡ് ഒരു സിംബോളിക് പ്രസന്റേഷൻ ഓഫ് ലവ് ആണ്. ഇപ്പൊ ഒരു പാരന്റ്സിന്റെ ഒരു ഇഷ്ടം അവർക്ക് ചെറുപ്പത്തിൽ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവർ ഭയങ്കര സ്വീറ്റ് ക്രേവേഴ്സ് ആയിരിക്കും, മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കും. ഫുഡിനോട് ആ ഒരു ഇഷ്ടം മൊത്തം അവര് മാറ്റുന്ന പറയാ. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു കേസ്, അങ്ങനെ ഒരു ഹിസ്റ്ററിയും ഈ ഒരു കാർബോ അനിമാലിസിൽ ഭയങ്കര എല്ലാം ഭയങ്കര ഫുഡിനോട് ഭയങ്കര താല്പര്യമായിരിക്കും, ആ ഒരു കെയറിന്റെ ലാക്കില്. ഇവിടെ കമ്പാരിസണിൽ സെക്കാനും ആൽബം, നമ്മൾ ഫസ്റ്റ് 3 ഡ്രഗ് പറഞ്ഞല്ലോ, ഡ്വെല്ലിംഗ് ഇൻ ദ പാസ്റ്റ് ഹാപ്പി മൂമെന്റ്, സെക്കാര ആൽബം വരുന്ന ഒരു റെമഡിയാണ്. സെക്കാര ആൽബം കുട്ടികൾ എന്ന് വെച്ചാൽ അവര് വലുതായി കഴിഞ്ഞാലും അവർ അച്ഛന്റെ അമ്മയുടെ ഇടയിൽ അച്ഛന്റെ അമ്മയുടെ കൈ പിടിച്ച് കിടക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ വെച്ചാൽ അവർക്ക് ആ ഒരു കെയർ എവിടെയോ മിസ്സായി, അവർ ആ കെയർ പിന്നെയും വാങ്ങിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഉണ്ടാകും. എപ്പോഴും വലുതായ കുട്ടികളും എപ്പോഴും കൈ വായിൽ വെച്ച് അപ്പിക്കൊണ്ടിരിക്കുക. പിന്നെ ഭയങ്കര സ്വീറ്റ് ക്രവേഴ്സ് ആയിരിക്കും.
സെക്കാരം ആൽബം ഒരു ഫോളിക്കറസ് റേഞ്ചിൽ തന്നെ വരുന്ന റെമഡിയാ. ഭയങ്കര ഒബീസ് ആയിരിക്കും, കുറെ മെറ്റബോളിക് ഡിസീസിനൊക്കെ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്ന ഒരു റെമഡിയാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഫിസിക്കൽ സ്ഫിയറിലേക്ക്, മറ്റു ഇമ്പോർട്ടന്റ് ആയ ഫിസിക്കൽ സ്ഫിയറിലേക്ക് നോക്കുവാണെങ്കിൽ ഗ്ലാൻസിൽ ഏറ്റവും കൂടുതൽ ഇൻഡിക്കേഷൻ വരുന്ന ഒരു റെമഡിയാണ്. പ്രത്യേകിച്ച് നെക്കിലെ ഗ്ലാൻസിൽ, ഇൻഗ്വൈന ഗ്ലാൻസ്, ആക്സിലറി ഗ്ലാൻസ്, ഏത് ഗ്ലാൻസിലായാലും. അപ്പൊ അവിടെ ഒരു ഇൻഡുറേഷൻ വരുന്നുണ്ട്. ഇൻഡുറേഷൻ വരുമ്പോഴത്തേക്കും കാൽക്കേരിയ ഫോഴ്സ് പോലെ തന്നെ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ഓക്സിന്റെ സ്കിന്നിൽ ഏറ്റവും കൂടുതൽ കാൽക്കേരിയ ഫോഴ്സ് എന്നുള്ള എലമെന്റ് ഉണ്ട്. അപ്പോൾ ഈ കാർബോ അനിമാൽസുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്ന ഒരു റെമഡിയും കൂടിയാണ് ഈ ഫിസിക്കൽ സ്ഫിയറിൽ ഇൻഡുറേഷൻ ആൻഡ് ഹാർഡ്നെസ് ഓഫ് ദ ഗ്ലാൻസ് എന്ന് പറയുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് സിംറ്റം റൈറ്റ് സൈഡ് ആയിരിക്കും ഇതിന്റെ ഗ്ലാൻഡുലർ അഫെക്ഷൻ എന്നുള്ളതാണ്. റൈറ്റ് സൈഡ് ആയിരിക്കും സ്റ്റോണി ഹാർഡ്നെസ് ഉണ്ടാകും, കോൾഡ് തണുപ്പടിച്ചാൽ ഭയങ്കരമായിട്ട് കൂടുന്ന ചില്ലി പേഷ്യന്റ് ആണ് കാർബോ അനിമാലിസ്. കാർബോ വെജ് ആകുമ്പോൾ ഹോട്ട് പേഷ്യന്റ് ആകും, തണുപ്പടിച്ചാൽ കൂടും. അപ്പോൾ റൈറ്റ് സൈഡഡ് ഗ്ലാൻഡുലർ അഫെക്ഷൻ വരുന്ന റെമഡീസിന്റെ ഒരു കമ്പാരിസൺ നമ്മൾ നോക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഫൈറ്റോലാക്ക വരും, കാർബോ വെജ് വരും, ക്ലെമാറ്റിസ്, സ്ക്രോഫുലേറിയ നൊഡോസ, എപ്പിസ്, കോണിയം, മെർക്കൈഡഡ്, ഫ്ലേവേഴ്സ്. ഫൈറ്റോലാക്ക ആണെങ്കിൽ ഒബീസ് പേഷ്യന്റ് ആയിരിക്കും. അതിനോടൊപ്പം ഹോട്ട് ഡ്രിങ്ക്സ് ഇവർക്ക് അഗ്രവേഷനും ആയിരിക്കും. ഒരു ബ്രസ്റ്റിലെ കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഒരു സ്റ്റോണി ഹാർഡ്നെസ്സും ഉണ്ട്, അതുപോലെ തന്നെ അഗ്ലി ആയിട്ടുള്ള ഫിസ്റ്റുലസ് ആയിട്ടുള്ള അൾസേഴ്സ് ഒലിച്ചു വരിക്കുന്ന അവസ്ഥയും ഫൈറ്റോലാക്കയ്ക്ക് ഉണ്ട്. റേഡിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, റേഡിയേറ്റിംഗ് ആയിട്ട് ബ്രസ്റ്റിന്റെ പല ഭാഗത്ത് എവിടെയാണെങ്കിലും ആ റേഡിയേറ്റിംഗ് ഇലക്ട്രിക് ലൈക്ക് പെയിൻ ഫൈറ്റോലാക്കയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാർബോ വെജ് ആണെങ്കിൽ പറഞ്ഞല്ലോ, കാർബോ അനിമാലിസിന് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആശ്വാസമായിരിക്കും, കാർബോ വെജിനാണെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോഴായിരിക്കും ആശ്വാസം ഉണ്ടാവുക. ക്ലിമാറ്റിസിന്റെ പ്രത്യേകത ഈ ഗ്ലാൻഡിന്റെ മുകളിൽ ചുറ്റുമുള്ള സ്കിൻ ഭയങ്കര ചൂടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡറാണ്, ചില്ലി പേഷ്യന്റ് ആണ് ക്ലിമാറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ട് ഇൻഗ്വൈന ഗ്ലാൻസ്, ബ്യൂബോ, അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡർ, അവിടെയൊക്കെ ഒരു തിക്നെസ്സും ഇതിന്റെ ആ ഒരു ഗ്ലാൻഡിലൊക്കെ അഫെക്ഷൻ ക്ലിമാറ്റിസ് നല്ലോണം ഉണ്ട്. ഇപ്പൊ യൂറിനറി ബ്ലാഡർ തിക്നെസ് വന്നിട്ട് പേഷ്യന്റിന് ഇൻകോണ്ടിനൻസ് ഉണ്ടാകും, കുറച്ച് യൂറിൻ പോകും, പിന്നെ കുറച്ചു നേരം നിൽക്കും, പിന്നെയും യൂറിൻ പോകും. അങ്ങനെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച് നിൽക്കുന്ന യൂറിൻ ആയിരിക്കും ക്ലിമാറ്റിസ് പേഷ്യന്റിൽ യൂറിത്രൽ സ്ട്രക്ചറിൽ വരുന്നത്. സ്ക്രോഫുലേറിയ നൊഡോസയും എഗെയിൻ റൈറ്റ് സൈഡ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. ടീനേജ് ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഫൈബ്രോ അഡിനോമ ഉണ്ടെങ്കിൽ, ഇപ്പൊ അമ്മയ്ക്ക് ഒരു ഫൈബ്രോ അഡിനോമ ഹിസ്റ്ററി ഉണ്ട്, ഒരു CA ബ്രസ്റ്റ് ഹിസ്റ്ററി ഫാമിലിയിലൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫാമിലി ഹിസ്റ്ററിയിൽ ടീനേജ് ഗേൾസിൽ വരുന്ന റൈറ്റ് സൈഡഡ് ആയിട്ടുള്ള ഫൈബ്രോ അഡിനോമയ്ക്ക് സ്ക്രോഫുലേറിയ നൊഡോസ് ചിന്തിക്കാം. പിന്നെ എപ്പിസിന്റെ ഒരു സിംറ്റം നമുക്കറിയാം, കൊണിയത്തിന്റെ കഥയും നമുക്കറിയാം. പിന്നെ മെർക്കൈഡഡ് ഫ്ലേവർ ആണ് അടുത്ത റൈറ്റ് സൈഡിൽ വരുന്ന റെമഡി. ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ ചിന്തിക്കാവുന്ന റെമഡി സിസ്റ്റസ്, ബ്രോമിയം, അസ്റ്റീരിയ റുബെൻസിസ്, മെർക്കൈഡഡ് റൂബ്രം. ഇപ്പൊ സിസ്റ്റസ് ഇതുപോലെ തന്നെ ഒരു സോറിക് റെമഡിയാണ്, ഭയങ്കര ചില്ലി, തണുപ്പടിച്ചാൽ കൂടും, അത്രത്തോളം ചില്ലിയോട് സെൻസിറ്റീവ് ആയിട്ടുള്ള റെമഡിയാണ്. സിസ്റ്റേഴ്സിന്റെ ഗ്ലാൻഡുലാർ എല്ലാജന്റ് വന്നിട്ട് കഴുത്ത് പെടലി ചരിക്കാൻ പറ്റൂല, അതുപോലെ സ്വെല്ലിംഗ് ആയിട്ട് അത്രത്തോളം വീർത്ത് നിൽക്കുന്ന ഒരു ഗ്ലാൻഡുലാർ അഫെക്ഷൻ ആയിരിക്കും സിസ്റ്റേഴ്സിന് ഉണ്ടാവുന്നത്. ബ്രോമിയോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ്, ചൂട് അടിച്ചാൽ കൂടുന്ന ഗ്ലാൻഡുലാർ അഫെക്ഷൻ ആയിരിക്കും. ഇതുപോലെ സ്റ്റോണി ഹാർഡ്നെസ്സും ബ്രോമിയം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ മാല പോലെ നോട്ടഡ് ലൈക്ക് മുത്ത് പോലെ കിടക്കാവുന്ന ഒരു ഗ്ലാൻഡുലാർ അഫെക്ഷൻ ആണ് അസ്റ്റീരിയസ് റൂബെൻസിസിനുള്ളത്. പിന്നെ മെർക്കൈഡഡ് റൂബ്രം. എനിക്ക് ഇത്ര നാൾ കൊടുത്തതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കൊടുത്ത റെമഡീസിൽ ഒരു ത്രോട്ടിലൊരു ഗ്ലാൻഡുലാർ അഫെക്ഷൻ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഗ്രൂപ്പില് മെർക്കൈഡഡ് ഫ്ലേവറും മെർക്കൈഡഡ് റൂബർ. അത് സൈഡ് എഫിനിറ്റി നോക്കി കൊടുത്താൽ ഒരുവിധപ്പെട്ട ത്രോട്ട് കംപ്ലൈൻസിൽ എന്തായാലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ദെൻ അതിൽ പറയുന്നത് വേറെ സ്റ്റോണി ഹാർഡ്നെസ് ആണ്. സ്റ്റോണി ഹാർഡ്നെസ്സിൽ കവർ ചെയ്യുന്ന റെമഡീസ് കൊണിയ ഉണ്ട്, കാൽക്കേരിയ ഫ്ലൂർ ഉണ്ട്, അസ്റ്റീരിയസ് റുബൻസ് ഉണ്ട്, ബ്രോമിയം, അയഡത്തിന്റെ പ്രത്യേകത അയഡത്തിന് ബ്രസ്റ്റ്, യൂട്രസ് അതുപോലുള്ള സെക്ഷൽ ഗ്ലാൻസ് എല്ലാം അട്രോഫീഡ് ആയിരിക്കും. ഈ
എൻലാർജ്മെന്റ് വരുന്നത് മറ്റ് ഗ്ലാൻസുകളിലായിരിക്കും. ഇപ്പൊ ഒരു പത്തോളജി ഡെവലപ്പ് ചെയ്യുന്ന ഗ്ലാൻസുകൾ ഹൈപ്പർട്രോഫീഡും സ്റ്റോണി ഹാർഡ്നെസ്സും, സെക്ഷുവൽ ഗ്ലാൻസ് അട്രോഫീഡും ആയിരിക്കും അയിഡത്തിന്. വിത്ത് ഹോട്ട് പേഷ്യന്റ് ആണ്, തണുപ്പ് കഴിക്കും. സ്പോഞ്ചിക്ക് ഇതുപോലെ തന്നെ ചിൻ മൊത്തം, തൊണ്ട മൊത്തം എക്സ്റ്റേണലി നിറഞ്ഞിരിക്കുന്ന ഒരു സഫോക്കേഷൻ ഉണ്ടാക്കുന്ന ത്രോട്ട് കംപ്ലൈന്റ് ആയിരിക്കും സ്പോഞ്ചിക്ക് ഉണ്ടാവുക. പിന്നെ ഈ പേഷ്യന്റിന് ഒരു ഫീബിൾ വൈറ്റാലിറ്റി, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫാക്ടറാണ്. ദെൻ കോൾഡ് എയർ അഗ്രവേഷൻ. ഇത്രയാണ് ഗ്ലാൻഡുലർ ഇതിൽ ഒരു കമ്പാരിസൺ പറയാൻ പറ്റുക. ദെൻ GIT ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസിൽ ഈ പണ്ട് കാലത്തൊക്കെ ഫ്രിഡ്ജൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും മുന്നേ ചാർക്കോൾ വെച്ച ബോക്സിൽ ആയിരുന്നു ഫുഡ് പ്രിസർവ് ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മള്. അപ്പോ ഈ ഒഫൻസീവ്നെസ് അബ്സോർബ് ചെയ്യാനായിട്ട് കാർബൺ ഗ്രൂപ്പിന്, എസ്പെഷ്യലി കാർബോവിജിന് പ്രത്യേക കഴിവുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു സിംറ്റം ഉണ്ടാക്കാനും പറ്റും. ഇതിന് ഏറ്റവും കൂടുതൽ ഒഫൻസീവ്നെസ്, ഇപ്പൊ നമ്മുടെ ലൈക്കോപോഡിയത്തിന്റെ കീനോട്ട് എന്താ, അസിഡിറ്റി വന്നിട്ട് പുളിച്ചത് കിട്ടി, സവർ ഇറിറ്റേഷൻ, സവർ വോമിറ്റിംഗ്, സവർ ആയിട്ടുള്ള പുളിപ്പായിരിക്കും വരിക. അതൊരു സ്റ്റൊമക്കിന്റെ അപ്പർ പാർട്ടിലാണ് ലൈക്കോപോഡിയൻ എഫെക്ഷൻ എന്നാണ് ബുക്കിൽ പലതും പറയുന്നത്. അത് കാരണമാണ് ഇതിന് ആ ഒരു അസിഡിറ്റിയിലേക്ക് വരിക. കാർബോ വെജിലും കാർബോ അനിമാലിസിലും ഈ ഒന്നില്ലെങ്കിൽ ഫ്ലാറ്റസ് ആണെങ്കിലും ഈ തെകിട്ടി വരുന്നതാണെങ്കിലും പിന്നെന്താ ഏമ്പക്കും ആണെങ്കിലും അതിലൊരു ഒഫൻസീവ്നെസ്, ഒരു റാൻസിഡിറ്റി, ഒരു സ്മെല്ല് ലോവർ അബ്ഡോമനിൽ കുറച്ച് ആക്ട് ചെയ്തിട്ട് ആ ഒരു ഒഫൻസീവ്നെസ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ദെൻ പിന്നെ അസിഡിക് കംപ്ലൈന്റില് ചൂടുവെള്ളം കുടിച്ചാലായിരിക്കും ഇവർക്ക്, കാർബോ ചില്ലി ഗ്രൂപ്പ് ആണല്ലോ, കാർബോ അനിമാലിസിന് ആശ്വാസം. അപ്പൊ ചൂടുവെള്ളം കുടിക്കുമ്പോൾ ആശ്വാസം എന്ന് പറയുമ്പോൾ ഗ്രാഫൈറ്റിസിനും അങ്ങനെ തന്നെയാണ്, പെട്രോളിയത്തിനും അങ്ങനെ തന്നെയാണ്. ഇനി തണുപ്പുവെള്ളം കുടിച്ചാലാണെങ്കിലോ, തണുപ്പുവെള്ളം കുടിച്ചാൽ ആശ്വാസം കിട്ടുന്ന അസെറ്റിക് ആസിഡിനാണ്. കാർബോ വെജും തണുത്തുവെള്ളം കുടിക്കും, അയഡോ ആണെങ്കിലും എടുത്തിട്ട് തണുത്തുവെള്ളം കുടിക്കും. മറ്റ് ഇതിന്റെ ലിലിൻതാളിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ്, കോൾനെസ്. ഈ ഒരു GIT കംപ്ലൈന്റ് ഒപ്പം ചെസ്റ്റിൽ ഒരു തണുപ്പ്, ഒരു കോൾനെസ് ഉണ്ടാകും ചെസ്റ്റിലും സ്റ്റൊമക്കിലും. അതുപോലെ ഒരു എംപ്റ്റി സെൻസേഷൻ ഉണ്ടാകും. ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷനിലൊക്കെ ബവല്, സ്റ്റൂള് പാസ് ചെയ്യണമെന്ന് തോന്നും, പക്ഷെ പോയിരിക്കുമ്പോഴത്തേക്കും വിസിഡ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള മ്യൂക്കസ് ആയിരിക്കും രക്തത്തിൽ നിന്ന് പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷനിൽ കാർബോ അനിമാലിസ് ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ CS സ്റ്റൊമക് കണ്ടീഷൻസിൽ ഒരു പെക്യുലർ സിംറ്റം, ഉപ്പുവെള്ളം വായിലേക്ക് വരും. സോൾട്ടിഷ് വാട്ടർ റൈസസ് ഫ്രം ദ സ്റ്റൊമക്. ഇതും ലിലിൻതാളിൽ പറയുന്നതാണ്. അതിന്റെ ഒപ്പം റാൻസിൽ ഇറിറ്റേഷൻ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, ചെസ്റ്റിൽ ഒരു കോൾനെസ് ഉണ്ടാകും, നൈറ്റ് ഡെബിലിറ്റേറ്റിംഗ് സ്വെറ്റ് ഉണ്ടാകും, ആദ്യം പറഞ്ഞ പോലെ യെല്ലോ സ്റ്റെയിനിങ് ഓഫ് ക്ലോത്ത് ഉണ്ടാകും, വിത്ത് ഒഫൻസീവ്നെസ് ഉണ്ടാകും. പിന്നെ പേഷ്യന്റ് ഭയങ്കര ടയേഴ്സം ആയിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഓയിലി ഫുഡ് എടുത്തു കഴിഞ്ഞാലൊക്കെ ഭയങ്കരമായിട്ടുള്ള ടയേർഡ്നെസ് ഇവർ കാണിക്കും. ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസിൽ കാർബോ അനിമാലിസ് ആണ് കാർബോ വെജിനേക്കാൾ കൂടുതൽ ഇൻഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത്. സ്പോയിൽഡ് ഫിഷും അങ്ങനെ കഴിച്ചു വരുന്ന കംപ്ലൈൻസിന് കീനോട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ കാർബോ അനിമാലിസിനെ കുറിച്ച്. ദെൻ ക്ലാർക്കിൽ പറയുന്ന ഒരു തൈറോയ്ഡ് കാർസിനോമ, സൈസ് ഓഫ് ആപ്പിളിന്റെ അത്ര ഉണ്ടായിരുന്നു പറയാ. പേഷ്യന്റിന് ബ്രീത്തിങ് ഒപ്രസ്ഡ് ആയിരുന്നു, പയഡോം സ്പോഞ്ചിയും കൊടുത്തിട്ട് ഫെയിൽ ചെയ്തൊരു കേസായിരുന്നു. അപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒഫൻസീവ് സ്വെറ്റും യെല്ലോ സ്റ്റെയിനിങ്ങും വെച്ചിട്ട് ഈ കാർബോ അനിമാലിസ് ആണ് ആ കേസിൽ കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ ആ ഒഫൻസീവ് സ്വെറ്റും ആ ഒരു യെല്ലോ സ്റ്റെയിനിങ്ങും പല പല ബുക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പോയിന്റ് ആണ്. ദെൻ ഇതിന്റെ ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻസ് സ്ഫിയർ എന്ന് വെച്ചാൽ ഫീമെയിൽ ജെനറ്റാലിയാണ്. ഫീമെയിൽ ജെനറ്റാലിയയില് ഡാർക്ക് ആയിട്ടുള്ള ക്ലോട്ടഡ് ആയിട്ടുള്ള മെൻസസ് ഉണ്ട്. ഒരു മിനിറ്റ്, ഒരു പോയിന്റ് ഞാൻ മിസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തേക്കട്ടെ. നമ്മുടെ GIT കംപ്ലൈന്റിലൊക്കെ നമ്മളിപ്പോ ഒരു സ്കാനിങ് റിപ്പോർട്ടോ ഒരു പത്തോളജിക്കൽ റിപ്പോർട്ടോ അതിൽ സിറസ് കാർസിനോമ എന്നൊരു ടേം കാണുവാണെങ്കിൽ, സിറസ് കാർസിനോമ എന്നുള്ള ടേമിന്റെ മീനിങ് തന്നെ തിക്കൻഡ് ആയിട്ടുള്ള ഫൈബ്രസ് ടൈപ്പ് ഓഫ്, അങ്ങനെ തിക്കൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്നാണ് സിറസ് എന്നുള്ള വാക്കിന്റെ മീനിങ്. അപ്പൊ ഒരു കൊളോയിഡ് ഡെപ്പോസിറ്റ് ഇൻ വിസറാന്നോ ഒരു സിറസ് കാർസിനോമ ഓഫ് ഒരു ഓർഗനോ കണ്ടാൽ ഈ കാർബോ അനിമാലിസ് അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മീൻസ് അതിന്റെ പത്തോളജിയും കവർ ചെയ്യും, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആയിട്ട് മാറുവാണ്. അപ്പൊ സിറസ് എന്നുള്ള വേർഡ് ഈ കാർബോ അനിമാലിസിന് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ കാർബൺ ഗ്രൂപ്പിലെ മറ്റ് റെമഡീസിലും ക്രിയോസോട്ടിലും ഒക്കെ പറയുന്നുണ്ട്. ഈ ഒരു സ്റ്റൊമക് ക്യാൻസർ ഉണ്ട്, എപ്പിത്തീലിയോം പറയുന്നുണ്ട്. അപ്പോൾ കാർബൺ ഗ്രൂപ്പിലെ എല്ലാ റെമഡീസിലും അത് വരുന്നുണ്ട്. ദെൻ ഫീമെയിൽ ജെനറ്റാലിയ.
ഡോക്ടർ ഇനി നമുക്ക് കുറച്ച് അധികം ഉണ്ടോ? ഞാൻ ഫീമെയിൽ ജെനിറ്റാലി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം മാം. ആ അതിന് ബാക്കി കാണുമല്ലോ അല്ലേ? ബാക്കി കാർബൺ അനിമാൽസ് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതും കൂടി പറഞ്ഞിട്ട് ഏകദേശം ആ ഡ്രഗ് ഫിനിഷ് ആകുമായിരിക്കും. എന്തായാലും പറയാനുള്ളത് മുഴുവൻ ഡോക്ടർ പറയണം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ടാണേലും പറയണം. ആ ശരി മാം. അപ്പൊ ഇതിന് 7 മിനിറ്റ് ഉണ്ട്. ഞാൻ ഈ ഫീമെയിൽ ജെനിറ്റാലിയെ കൂടി ഒന്ന് പറയാം. ഉം. അപ്പൊ ഫീമെയിൽ ജെനിറ്റാലിയിൽ കാർബൺ ഗ്രൂപ്പിന്റെ പറഞ്ഞ പോലെ കറുത്ത ബ്ലീഡിങ്, ഡാർക്ക് ആയിട്ടുള്ള ബ്ലീഡിങ്, ക്ലോട്ടഡ് ആയിട്ടുള്ള, പ്യൂട്രിഫൈഡ് ആയിട്ടുള്ള, റൈറ്റ് സൈഡ് ഓഫ് ഓവറിയിലോ റൈറ്റ് ബ്രസ്റ്റ് ആയാലും റൈറ്റ് സൈഡിൽ കൂടുതൽ അഫിനിറ്റി കാണിക്കുന്ന, യൂട്രസിന്റെ നെക്കിലൊക്കെ ഇൻഡറേഷൻ കാണിക്കുന്ന ഒരു സിറസ് കാർസിനോമ ഓഫ് യൂട്രസിൽ എല്ലാം ഇൻഡിക്കേറ്റർ ആയിട്ട് കാർബൺ അനിമാൽസ് വരുന്നത്. മെയിൻ ആയിട്ട് ബ്ലാക്ക് ആണെന്ന് ഓർക്കുക. അതിനൊരു ബേണിംഗ് സെൻസേഷൻ, ഇപ്പൊ CA കണ്ടീഷൻസിലൊക്കെയാണെങ്കിൽ ബേണിംഗ് സെൻസേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കും. ക്ലോട്ടഡ് ആയിട്ട് വരും, പ്യൂട്രിഫൈഡ് ആയിരിക്കും, ഒരു സ്മെല്ല് ഉണ്ടാവാൻ വരുന്ന ബ്ലീഡിങ്ങിന്. അതിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയുള്ള സിംറ്റം എക്സോഷൻ ആൻഡ് വീക്ക്നെസ് എന്നാണ്. പേഷ്യന്റ് ബ്ലീഡിങ് വന്നാൽ തളർന്നവിടെ കിടന്നു പോകും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് സിംറ്റം. മെൻസസിന്റെ സമയത്ത് പേഷ്യന്റിന് എണീക്കാൻ പറ്റില്ല എന്ന് പറയുന്ന 3 ഡ്രഗാണ് കാർബോ അനിമാലിസ്, കോക്കുലസ് ആൻഡ് അലൂമിനിയ ആണെന്ന് തോന്നുന്നു മാഡം. അലൂമിനിയ 3 ഡ്രഗാണ് പറയുന്നത്. അപ്പൊ ഞാനിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു നല്ല 2 മാസം മുന്നേ ഒരു നല്ലൊരു കേസ് കിട്ടിയായിരുന്നു. ഒരു 20 ഇയർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. മുഖക്കുരുവിന് മരുന്ന് വാങ്ങാൻ വന്നതാ. പക്ഷെ എന്തായാലും ഞാൻ വരുമ്പോ എന്തായാലും കേസൊക്കെ ചോദിക്കാറുണ്ട്. കേസ് ചോദിച്ചപ്പോഴത്തേക്കാണ് ഡിസ്മെനോറിയ എന്ന കംപ്ലൈന്റ് പറഞ്ഞത്. അപ്പൊ ആ കുട്ടിക്ക് എന്ന് വെച്ചാൽ പീരീഡ്സ് വന്നാല് അപ്പൊ തന്നെ പിന്നെ ഇത് ഭയങ്കര വീക്കാകുക, സംസാരിക്കാൻ പറ്റില്ല, തളർന്ന് വീടും, കൈയും കാലും തണുപ്പ്, കാലിലൊക്കെ സോക്സ് ഇടണം, ഒരാളെ തിരുമ്മി കൊടുക്കണം, വയറുവേദന. അങ്ങനെ വന്ന് ഒരു രാവിലെ പീരീഡ്സ് വന്നാല് ഇതിന് പിന്നെ ടോയ്ലറ്റിൽ നിന്ന് അമ്മ വേണം വന്ന് പിടിച്ചിട്ട് പോകും. അത്രത്തോളം ഇത് വന്നാല് എക്സോസ്റ്റഡ് ആയിട്ട് വീടും. ഉച്ചയാകുമ്പോ കൊണ്ട് ട്രിപ്പ് ഇടണം. ഇതാണ് ഒരു 10-20 വയസ്സാകുമ്പോൾ ഇതിന് പീരീഡ്സ് മെനാർക്കി ആയപ്പോ തൊട്ടിട്ടുള്ള സിംറ്റം ആണ്. മെഫ്താല് ഒരു 1-2 ടാബ്ലറ്റ് കഴിച്ചാലും അങ്ങനെ മാറുന്നില്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ കേസ് എടുത്ത് വന്നപ്പോഴത്തേക്കുമാണ് ഈ കാർബൺ അനിമാലിസിന്റെ കുറച്ച് സിംറ്റംസ്. ആ കുട്ടി മുഖക്കുരുവിന് എക്നേക്കാണ് മെഡിസിൻ വാങ്ങാൻ വന്നത്. കാർബൺ ഗ്രൂപ്പിന്റെ കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഈ കുട്ടിക്ക് ഓപ്പൺ എയർ കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ട്. കുറെ സിംറ്റം വെച്ചിട്ട് കാർബൺ അനിമാലിസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഒരു ധൈര്യത്തിന് ഞാൻ കോക്കുലസും കൊടുത്തു വിട്ടു, കുറവില്ലെങ്കിൽ കഴിക്കാനായിട്ട്. കാര്യം ട്രാവലിംഗ് സിക്നസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഡ്രഗ് കൊടുത്തിട്ട് ആ ഒരു സമയത്ത് ആ ഒരു മാസം പീരീഡ്സ് ഉണ്ടായപ്പോഴത്തേക്കും ആ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു ചെറിയൊരു ഡിസ്മെനോറിയ ഉണ്ടായിരുന്നു. ഫാമിലിന്റെ ഒപ്പം ഔട്ടിങ്ങിന് പോകാൻ പറ്റി. അപ്പൊ അങ്ങനെ നല്ലൊരു കേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാർബൺ അനിമാൽസിന്റെ. പിന്നെ എൻഡോമെട്രിയത്തിലും ഒക്കെ സ്പെസിഫിക് ആയിട്ട് ഇതിന് യൂട്രസൽ ആക്ഷൻ ഉണ്ട്. ഡാർക്ക് ആയിട്ടുള്ള CA എൻഡോമെട്രിയം കണ്ടീഷൻസിലൊക്കെ ഇതുപോലെ ഉള്ള ഒരു പാത്തോളജി കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് കാർബൺ അനിമാൽസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ക്ലോട്ടഡ് ആയിരിക്കും എന്നുള്ളതാണ് കുറച്ചും കൂടെ. ഇപ്പൊ ക്ലോട്ട് ഇല്ലെങ്കിൽ അവിടെ സീക്കിയൽ കോർ ചിന്തിക്കാം, ക്രൊട്ടാലസ് ഹൊറിഡിസ് ചിന്തിക്കാം, ഇലാപ്പിസ് കോറൊക്കെ അവിടെ അധികം ക്ലോട്ട് അല്ല, ഇലാപ്പിസ് കോറിന് കുറച്ചും കൂടി ക്ലോട്ട് വരുന്നുണ്ട്. സീക്കിയൽ കോറും ക്രൊട്ടാലസ് ഹൊറിഡിസിലൊക്കെ ഒരുപാട് ക്ലോട്ട് വരുന്നില്ല. പിന്നെ മെർക്യൂറീസിൽ ഐസിക്കിൾസ് പോലെയല്ലേ, ഐസ് പാർട്ടിക്കിൾസിൽ പോലെ ഇങ്ങനെ നാപ്കിൻസിലൊക്കെ ഇങ്ങനെ കട്ട പാളി പോലെ അത് പിടിച്ചിരിക്കുന്ന പറയുന്നത്. അപ്പൊ ക്ലോട്ട് വരുന്നുണ്ട്. അതിന് ഭയങ്കര പ്രൂറൈറ്റിസ് ആണെങ്കിലോ, ഇത് വെച്ചിട്ട് ഡിസ്മിനോറി എല്ലാം വെച്ചിട്ട് ഭയങ്കര സഹിക്കാൻ പറ്റിയ ചൊറിച്ചിലും പ്രൂറൈറ്റിസും ഒക്കെ ആണെങ്കിൽ ക്രിയോസോട്ട് വരാം. പിന്നെന്താ സീക്കേൽ കോർ വരാം, വിസ്റ്റിലാഗോ ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് കാർബോ ആനിമാൽസിനെ കുറിച്ചിട്ട് ഒന്ന് നട്ട്ഷെല്ലിൽ പറയാൻ പറ്റുന്നത്. കാർബോ ആനിമാൽസ് ഭയങ്കര ആക്ടിങ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു 20% കാർബോ ആനിമാൽസ് ഇപ്പോഴും ആയിട്ടുള്ളൂ. ബാക്കി പെർസെന്റേജ് എനിക്ക് അൺനോൺ ആണ്. ഇനിയും ബുക്സ് വായിക്കുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ഒരു ക്ലാസ്സും കൂടി എടുക്കാം കാർബോ ആനിമാൽസിന്റെ കാര്യം. അത്രയ്ക്ക് ഡീപാക്ടിങ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കാർബോ ആനിമാൽസ്. പിന്നെ എന്തെങ്കിലും കൂടുതൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താലും, കൂടുതൽ കേസുകൾ വന്നാലേ എനിക്കും ഈ റെമഡിയെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. എന്നാലും അറിയുന്ന കാര്യങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാം. നന്ദി രശ്മി ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും, നമുക്കൊരു 3 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും സംശയം ചോദിക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ.
എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യാം. അമ്പാടി മാഡം എന്തെങ്കിലും സംസാരിക്കുന്നോ? അമ്പാടി മാഡം? ഇനി ബാക്കിയുള്ള പോർഷൻസ് ഡോക്ടറെ ഇതിന്റെ തന്നെ ആയിരുന്നോ? അത് കാർബൺ ഗ്രൂപ്പിന്റെ ബാക്കിയായിരുന്നു ഡോക്ടർ. ഞാൻ ഷോർട്ടാക്കി കാർബോ വെജ് ഇത് പഠിക്കുമ്പോൾ മൊത്തം ഒരു കാർബൺ ഗ്രൂപ്പ് പഠിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്, എല്ലാ ഫീച്ചേഴ്സും അറിയാം. അപ്പൊ സമയം ഉണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ള ഇതിൽ ഞാൻ അങ്ങനെ സ്ലൈഡ് ആഡ് ചെയ്തതാണ്. അപ്പൊ അടുത്ത എപ്പോഴെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചിട്ട് അത് പിന്നെ എടുക്കാം. അത് കൂടെ ചേർത്ത് പറയണം. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഡോക്ടർ ഇന്ന് അങ്ങനെ വലിയ സ്പീഡൊന്നും എടുത്തില്ല, വളരെ കറക്റ്റായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. അതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും ശരിക്കും മനസ്സിലായി കാണും ഇന്നത്തെ ക്ലാസ്. ജോളി ഡോക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഡോക്ടറെ? ജോളി ഡോക്ടറെ? ഡോക്ടർ കോഹോസ്റ്റ് ആണ്, അൺമ്യൂട്ട് ചെയ്യാം. ആരും ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. ധനേഷ് ഡോക്ടർ? ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഭദ്രൻ ഡോക്ടർ? ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഭദ്രൻ ഡോക്ടറെ? ഹലോ. കേൾക്കാം. ഹലോ. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു സർ. ഏതായാലും വിട്ടുപോയ ഒരുപാട് പോയിന്റ്സ് കിട്ടുകയും ചെയ്തു. കമ്പാരിസൺ വളരെ നന്നായിരുന്നു. താങ്ക് യു സർ. കമ്പാരിറ്റീവ് പഠിക്കുന്നുള്ള നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഡോക്ടർ രശ്മിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി സർ. തീർച്ചയായും അതിമനോഹരമായ ഒരു പ്രസന്റേഷൻ ആയിരുന്നു. കാരണം ഓരോ മെഡിസിനിൽ നിന്നും അടുത്ത മെഡിസിനുമായിട്ടുള്ള കമ്പാരിസണാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് ചൂട് എങ്ങനെയാ, തണുപ്പ് എങ്ങനെയാ, വെള്ളം ഏതാണ്, ഏത് കുടിച്ചാൽ ആശ്വാസം. സത്യത്തിൽ നമ്മളിതൊന്നും അങ്ങനെ അത്രയും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഡോക്ടർ പറയുമ്പോഴാണ് അതെല്ലാം ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. സാറേ, രണ്ടാം ഭാഗം ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് അവതരിപ്പിക്കാം. ഞാൻ ഒരു മാസം മുന്നേ സാറിന് ഇതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് ടോപ്പിക് തന്നതായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് തന്നെ തോന്നി ഞാനത് പ്രസന്റ് ചെയ്യാനുള്ള ഡെപ്തിലേക്ക് എത്തിയിട്ടില്ല, ഒന്നും കൂടി വായിക്കാന്ന് വെച്ച് ഞാൻ പിന്നെ ഒരു മാസം എക്സ്റ്റെൻഡ് ചെയ്ത്. ഇപ്പോഴും അതായി എന്നുള്ള ധൈര്യത്തിന്റെ പുറത്തല്ല, എന്നാലും അറിയാവുന്നത് പ്രസന്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലാണ് ഇത്രയും പ്രസന്റ് ചെയ്തത്. പക്ഷെ ഇനി ഒരു കുറച്ചുകൂടി കാർബൺ ഗ്രൂപ്പ് സംശയമില്ല, പഠിച്ചിട്ട് പ്രസന്റ് ചെയ്യാം. പ്രസന്റേഷനിൽ ഒരു സംശയമില്ലായിരുന്നു. അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ധനേഷ് ഡോക്ടർ, ഡോക്ടർക്ക് നന്ദി പറയണേ. അത് നമ്മൾ തന്നെ സ്ഥിരം പറയുമ്പോൾ അത് ശരിയല്ല. നമുക്ക് ഇനിയും ഒത്തിരി ആൾക്കാർ ഇരിപ്പില്ലേ? ആരെങ്കിലും ഒരാളെ കൂടി വിളിക്കാം. ആരെങ്കിലും അമ്പലത്തെ വിളിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ജോളി ഡോക്ടറെ ഒന്ന് വിളിക്കാം. ജോളി ഡോക്ടറെ വിളിച്ചു. വിളിച്ചാ ജോളി ഡോക്ടർ അവരൊക്കെ ആകുമ്പോൾ കുറച്ച് ജോളി ഡോക്ടറെ വിളിച്ചു, അമ്പാടി മാഡത്തെ വിളിച്ചു, പക്ഷെ ആരും അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ഓ അങ്ങനെയാണല്ലേ. ഞാൻ വിളിക്കാനിട്ടല്ല. ഹരികുമാർ ഡോക്ടർ ഫ്രീ ആണോ? സംസാരിക്കാവോ? ആര്? ഹരികുമാർ ഡോക്ടർ? ഞാനൊന്ന് നോക്കട്ടെ. സാറ് ഫ്രീ ആണെങ്കിൽ നോക്കട്ടെ, അൺമ്യൂട്ട് ചെയ്യാവോ സർ? ഹരികുമാർ ഡോക്ടറെ? ഇല്ല. ഓരോരുത്തരുടെയും അപ്പോൾ തീർച്ചയായും അതിമനോഹരമായ ഒരു സെഷൻ IFBHനും ഈ കൂടിയിരിക്കുന്ന ആൾക്കാർക്കും ഇനി ഇത് കേൾക്കാൻ പോകുന്ന ആൾക്കാർക്കും അത് നമ്മൾ പ്രത്യേകം പറയണം. കാരണം ഇവിടെ ഇപ്പോഴ് ആൾ കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആൾക്കാർ യൂട്യൂബിൽ ഇത് കൂടുതൽ കാണുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഈ ഇത്രയും ദിവസത്തിനകം നമ്മൾ ഏകദേശം ഒരു 3100ഓളം വീഡിയോസാണ് അപ്ലോഡ് ചെയ്തത്. അതിൽ 7 ലക്ഷത്തിലധികം 7,60,000 പേര് അത് കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഡെയിലി പ്രസൻറ്റേഷൻ ഇപ്പോൾ ആൾ കുറയുന്നു. എല്ലാവരും സൗകര്യം പോലെ ക്ഷമയോടെ അവരുടെ സൗകര്യത്തിൽ നിന്ന് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ പക്ഷേ ആരോടും ഫീസൊന്നും മേടിക്കുന്നില്ല. അതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. IFBH അല്പം പ്രതിസന്ധി ഘട്ടത്തിൽ കൂടിയാണ് കഴിയുന്നതും. എല്ലാവരും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അയച്ച് എല്ലാ മാസവും സഹായിക്കണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്.
ഇതുപോലുള്ള സൂപ്പർ പ്രസൻറ്റേഷനുകൾ കേൾക്കാം, മനസ്സിലാക്കാം, ഹോമിയോപ്പതി നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം. അതിനുള്ള ഈ വേദി എല്ലാവരും ഉപയോഗിക്കണമെന്നൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഈ വേദിയിൽ ഇന്ന് ഇത്രയും മനോഹരമായ ഒരു ക്ലാസ് സെഷൻ കൈകാര്യം ചെയ്ത ഡോക്ടർ രശ്മിക്ക് വളരെ ഹൃദയംഗമായ നന്ദി IFBCൻ്റെ പേരിൽ എൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും IFBCൻ്റെ പേരിലും അറിയാമ ഡോക്ടർക്ക് മോഡറേറ്റർ എന്നുള്ള രീതിയിൽ വളരെ നല്ല പ്രവർത്തനം കാണിക്കുന്നതുകൊണ്ട് ഡോക്ടർക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി ധനേഷ് ഡോക്ടറെ. നന്ദി. ധനേഷ് ഡോക്ടറും ഭദ്രൻ ഡോക്ടറും പറഞ്ഞതുപോലെ നല്ലൊരു കമ്പാരിസൺ സ്റ്റഡിയാണ് ഡോക്ടർ നടത്തുന്നത്. ഇനിയും ഇതുപോലെയുള്ള പല മരുന്നുകളും ഇതേ രീതിയിൽ പഠിച്ച് ഞങ്ങൾക്ക് ഒന്ന് പഠിപ്പിച്ചു തരണം. നല്ലൊരു ടീച്ചറിൻ്റെ ഇതിൽ തന്നെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ 1930 പ്രതിദിന സൂംബിനാർ ഇത്രയധികം ഭംഗിയാക്കിയ രശ്മി ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി.